ഹായ് മക്കളെ, നമ്മുടെ ബോർഡ് എക്സാം പ്രിപ്പറേഷൻ ഒക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുകയാണ് അല്ലെ. നമുക്കിന്ന് പുതിയൊരു ചാപ്റ്റർ പഠിച്ചാലോ? ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഏതൊക്കെ ടോപ്പിക്കുകളിലാണ് ഈ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ചാപ്റ്റർ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ആ ഹെഡിങ് പറയുന്ന പോലെ തന്നെ, ചാപ്റ്ററിന്റെ പേര് പറയുന്ന പോലെ തന്നെ മക്കളെ, പീരിയോഡിക് ടേബിളിനെ നമ്മൾ 4 ബ്ലോക്കുകളായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ഡി ബ്ലോക്ക് എലമെന്റുകളെ കുറിച്ചും എഫ് ബ്ലോക്ക് എലമെന്റുകളെ കുറിച്ചും പറയുന്ന ചാപ്റ്റർ ആണ്, പഠിപ്പിക്കുന്ന ചാപ്റ്റർ ആണ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. നമുക്ക് ആദ്യം ഡി ബ്ലോക്ക് എന്ന് തുടങ്ങാം അല്ലെ. എന്താണ് ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പീരിയോഡിക് ടേബിളിലെ 3ാമത്തെ ഗ്രൂപ്പ് മുതൽ 12ാമത്തെ ഗ്രൂപ്പ് വരെയുള്ള എലമെന്റുകളെയാണ് നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റുകൾ എന്ന് വിളിക്കുക. 3 മുതൽ 12 വരെ. അതില് 4 റോകളിലായി കിടക്കുന്ന ഈ എലമെന്റുകളാണ് ഡി ബ്ലോക്ക് എലമെന്റുകൾ അല്ലെ. ഓരോ റോയിനെ നമ്മൾ ഓരോ ട്രാൻസിഷൻ സീരീസ് എന്നാണ് വിളിക്കുക. അല്ലെങ്കിൽ ഓരോ റോയിനെ നമ്മൾ 3D സീരീസ്. ഈ റോയിനെ നമ്മൾ 3D സീരീസ്, ഇത് 4D സീരീസ്, 5D സീരീസ്, 6D സീരീസ് എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പൊ ആദ്യത്തെ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കാൻഡിയ മുതൽ സിങ്ക് വരെയാണ്. പിന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റർബിയ മുതൽ കാഡ്മിയ വരെയാണ്. ഇവിടെ ശരിക്കും ആരുണ്ട്, ലെന്താനമുണ്ട്. ലെന്താനം മുതൽ മെർക്കുറി വരെയാണ്. ഇവിടെ ആരുണ്ട്, ആക്ടീനിയം ഉണ്ട്. ആക്ടീനിയം മുതൽ കോപ്പർനീഷ്യം വരെയാണ്. ഇതാണ് ഡി ബ്ലോക്ക് എലമെന്റുകൾ എന്ന് പറയുന്ന ബ്ലോക്ക് പീരിയോഡിക് ടേബിളിലെ. എന്തൊക്കെയാണ് നമുക്ക് ഡി ബ്ലോക്ക് എലമെന്റുകളെ കുറിച്ച് പഠിക്കാനുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്? അപ്പൊ ഡി ബ്ലോക്ക് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞല്ലോ അല്ലെ. എന്നാലും ജസ്റ്റ് ഞാനൊന്ന് പറയാം മക്കളെ. ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് എലമെന്റ്സ് ഓഫ് ദ ഗ്രൂപ്പ്സ് ഫ്രം 3 to 12 in which the d orbitals are progressively filled in each of the 4 long periods. നമ്മൾ കണ്ട ഡി ബ്ലോക്ക് എലമെന്റുകൾ എന്ന് പറയുന്ന 4 റോ ഓഫ് പീരീഡുകളിൽ, 4 റോകളിലും 4 പീരീഡുകളിലും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് അവസാന ഇലക്ട്രോണുകൾ എൻ്റർ ചെയ്യുന്നത് ഇന്നർ ഡി ഓർബിറ്റലുകളിലാണ്, അല്ലെങ്കിൽ പെനുൾട്ടിമേറ്റ് ഷെല്ലിലെ ഡി ഓർബിറ്റലുകളിലാണ്. അതുകൊണ്ടാണ് നമ്മൾ അവരെ എന്ത് വിളിക്കുന്നത്, ഡി ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. ഡി ബ്ലോക്ക് എലമെന്റുകളുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് മക്കളെ n-1, d 1 to 10, ns 1 to 2. ഓക്കെ, ns 1 to 2. ഇതാണ് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കോൺഫിഗറേഷനിൽ എക്സെപ്ഷണൽ ബിഹേവിയർ കാണിക്കുന്ന, എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ കാണിക്കുന്ന 2 എലമെന്റുകളെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഓർത്തു വെക്കേണ്ടതുണ്ട്. ഏതൊക്കെയാ, ക്രോമിയം ആൻഡ് കോപ്പർ. കാരണം നമുക്കറിയാം ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24 ആണ്. ഇവന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവസാനിക്കുക 4s1 3d 5 അതായത് ആർഗണും കഴിഞ്ഞ് 4s1 3d 5. കോപ്പറിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ് മക്കളെ, 29 ആണ്. 29 അറ്റോമിക് നമ്പറുള്ള കോപ്പർ അവന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവസാനിക്കുന്നത് 4s1 3d 10 റെഡി അല്ലേ? എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം ഹാഫ് ഫിൽഡ് ഓർബിറ്റലുകളും ഫുള്ളി ഫിൽഡ് ഓർബിറ്റലുകളും എക്സ്ട്രാ സ്റ്റേബിൾ ആണ്, മോർ സ്റ്റേബിൾ ആണ് ഏതിനേക്കാൾ, പാർഷ്യലി ഫിൽഡ് ഓർബിറ്റലുകളെക്കാൾ, പാർഷ്യലി ഫിൽഡ് കോൺഫിഗറേഷനേക്കാൾ. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നത്, എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിക്കുന്നത്. ഡി ബ്ലോക്ക് എലമെന്റുകളെ വിളിക്കുന്ന മറ്റൊരു പേര് നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാകണം, ട്രാൻസിഷൻ എലമെന്റുകൾ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എല്ലാ ഡി ബ്ലോക്ക് എലമെന്റുകളെയും അല്ലെങ്കിൽ ഡി ബ്ലോക്കിലുള്ള എല്ലാ എലമെന്റുകളെയും നമ്മൾ എന്ത് ചെയ്യാറില്ല, ട്രാൻസിഷൻ എലമെന്റുകൾ എന്ന പേരിൽ വിളിക്കാറില്ല. അപ്പോ ആരാണ് ട്രാൻസിഷൻ എലമെന്റുകൾ? ഒരു എലമെന്റ് ട്രാൻസിഷൻ എലമെന്റ് എന്ന് വിളിക്കാൻ യോഗ്യത നേടണമെങ്കിൽ എന്തായിരിക്കണം ക്രൈറ്റീരിയ? മക്കളൊന്നുമില്ല, നിങ്ങൾ കാണുന്ന ഡി ബ്ലോക്ക് എലമെന്റുകളിൽ ആ എലമെന്റുകൾക്ക് ഒന്നുകിൽ അവരുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ, അതായത് ഒന്നുകിൽ അവരുടെ ന്യൂട്രൽ ആറ്റത്തിന്റെ അവസ്ഥയിൽ, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു അയോൺ ആയിരിക്കുന്ന സമയത്ത് അവരുടെ ഡി ഓർബിറ്റലിൽ പാർഷ്യലി ഫിൽഡ് ആണോ എങ്കിൽ അവരെ ട്രാൻസിഷൻ എലമെന്റുകൾ എന്ന് വിളിക്കാം. നിങ്ങൾക്ക് ട്രാൻസിഷൻ എലമെന്റുകൾ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ കണ്ട ഡി ബ്ലോക്ക് എലമെന്റുകളിലെ ഭൂരിഭാഗം എലമെന്റുകളും ട്രാൻസിഷൻ എലമെന്റുകളാണ്. പക്ഷേ 3 പേർ മക്കളെ, സിങ്ക്, കാഡ്മിയം ആൻഡ് മെർക്കുറി, ഈ 3 പേരും ഡി ബ്ലോക്ക് എലമെന്റുകളാണ്. പക്ഷെ ഇവരെന്തല്ല, ട്രാൻസിഷൻ എലമെന്റുകളല്ല. കാരണം ഇപ്പൊ സിങ്കിന്റെ കേസ് മാത്രം ഒന്ന് ഞാൻ എടുക്കാം. അറ്റോമിക് നമ്പർ 30 വരുന്ന സിങ്ക് ആയിരിക്കുമ്പോഴും അവന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ അവസാനിക്കുക, 4s2 3d 10. ഇനി സിങ്ക് ഇരിക്കുന്ന ഒരേ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാ, അയണിക് ഫോം ഏതാ, സിങ്ക് 2+ അതിലും സിങ്കിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവസാനിക്കുക 4s0 3d 10. ഇവർ രണ്ടുപേരും ഇതുപോലെ തന്നെ മക്കളെ. ഈ പറയുന്ന എല്ലാ എലമെന്റുകളുടെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷനുകൾ അവസാനിക്കുന്നത് മക്കളെ D10 ഇവൻ 4D10 ആയിരിക്കും.
ഇനി ഇവന്റെ കാഡ്മിയം 2+ എന്ന് പറയുന്ന അയോൺ നമ്മൾ എടുത്താലും ഏത് ഫോമിൽ തന്നെയാണ് 4d10 തന്നെയാണ്. അപ്പൊ നമ്മൾ മെർക്കുറി എടുത്തു കഴിഞ്ഞാൽ മെർക്കുറിയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവസാനിക്കുന്നതും 5d10 ഇനിയിപ്പോ നിങ്ങൾ അത് മെർക്കുറി 2+ എന്നുള്ള അയോൺ എടുക്കുവാണെങ്കിലും അത് ഏത് സ്റ്റേറ്റിൽ തന്നെ അവസാനിക്കുക 5d10 തന്നെയാണ് അവസാനിക്കുക. അപ്പൊ ഈ 3 എലമെന്റുകൾക്കും അവരുടെ ന്യൂട്രൽ ഫോമിലോ അവരുടെ അയോണിന്റെ ഫോമിലോ എന്തില്ല, പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽ ഇല്ല, പകരം ഫുള്ളി ഫിൽഡ് ഡി ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. സോ ദേ ആർ ഇവൻ ദോ ദേ ആർ ഡി ബ്ലോക്ക് എലമെന്റ്സ്, ദേ ആർ എന്തല്ല, ദേ ആർ നോട്ട് കൺസിഡേർഡ് ആസ് ട്രാൻസിഷൻ എലമെന്റ്സ്. സോ മക്കളെ, transition metals are defined as the metals or the elements which have partially filled d orbitals either in the neutral atom form or in their ionic form. അപ്പൊ ഈ 3 പേരും എക്സെപ്ഷനുകളാണ്. they are not considered as transition elements. പക്ഷെ അവരെന്താണ്, ഡി ബ്ലോക്ക് എലമെന്റുകളാണ്. ഓക്കെ അല്ലേടാ മക്കളെ? ആണ് മക്കളെ. ഡി ബ്ലോക്ക് എലമെന്റിന്റെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം? 10 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അറ്റോമിക് ആൻഡ് അയണിക് റേഡിയായി, melting and boiling point, ionization enthalpy, oxidation state, magnetic property, colored compound formation, complex formation, catalytic property, interstitial compound formation and alloys in the formation. 10 properties നമുക്ക് പഠിക്കാനുണ്ട്. ഓരോന്നോരോ നമുക്ക് എടുക്കാം. Are you ready? Yes. മക്കളെ, അറ്റോമിക് ആൻഡ് അയണിക് റേഡിയായി നോർമലി ഏതൊരു പീരീഡിലും സംഭവിക്കുന്ന പോലെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകും തോറും മക്കളെ അറ്റോമിക് റേഡിയസും അയണിക് റേഡിയസും ഡിക്രീസ് ചെയ്യും. ഓക്കെ, പക്ഷെ ഏകദേശം മിഡിലിൽ എത്തുമ്പോൾ അത് കോൺസ്റ്റന്റ് ആകും. മിഡിൽ നിന്ന് അങ്ങോട്ട്, പകുതിയിൽ നിന്ന് അങ്ങോട്ട് പോകുന്തോറും പിന്നെ റൈറ്റിലേക്ക് പോകുന്തോറും ഇൻക്രീസ് ചെയ്യും ടുവാർഡ്സ് ദി എൻഡ്. ഇതാണ് അറ്റോമിക് റേഡിയസിലും അയണിക് റേഡിയസിലും ഡി ബ്ലോക്ക് എലമെന്റുകൾ കാണിക്കുന്ന ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അതിൽ പ്രത്യേകം ഓർത്തു വെക്കേണ്ട ഒരു കാര്യമുണ്ട് മക്കളെ. 2ാമത്തെയും 3ാമത്തെയും ട്രാൻസിഷൻ സീരീസുകളിൽ ഓക്കെ അറ്റോമിക് ആൻഡ് അയണിക് റേഡിയസ് ആൾമോസ്റ്റ് സിമിലർ ആണ്. അത് ഓർത്ത് വെച്ചു മക്കളെ. അറ്റോമിക് ആൻഡ് അയണിക് റേഡിയസ് സെക്കൻഡ് ആൻഡ് തേർഡ് റോ ട്രാൻസിഷൻ മെറ്റൽസ് ആർ ക്വൈറ്റ് സിമിലർ. അതിനൊരു കാരണം വേണം. ആ കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലെങ്തനൈഡ് കോൺട്രാക്ഷൻ. മക്കളെ, എന്തുകൊണ്ടാ സെക്കൻഡ് ട്രാൻസിഷൻ സീരീസും തേർഡ് ട്രാൻസിഷൻ സീരീസിലെയും കറസ്പോണ്ടിങ് എലമെന്റുകൾ ഒരേ അറ്റോമിക് ആൻഡ് അയണിക് റേഡിയസ് കാണിക്കുന്നത്? ഡ്യൂ ടു ലെങ്തനോയിഡ് കോൺട്രാക്ഷൻ. അത് ഓർത്തു വെക്കണം, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് മക്കളെ. ആൻഡ് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. മക്കളെ, മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓർത്തു വെക്കുക. ഒരു ട്രാൻസിഷൻ സീരീസിലെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ആദ്യം ഇൻക്രീസ് ചെയ്യും അപ് ടു ദി മിഡിൽ. പക്ഷെ പിന്നീട് അങ്ങോട്ട് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. റൈറ്റിലേക്ക് പോകും തോറും ഡിക്രീസ് ചെയ്യും. അതെന്താ മിഡിൽ വരെ ഇൻക്രീസ് ചെയ്ത് പിന്നീട് ഡിക്രീസ് ചെയ്യുന്നേ? കാരണം മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് മക്കളെ, എസ്പെഷ്യലി മെൽറ്റിംഗ് പോയിന്റ് എന്ത് ചെയ്യുന്നറിയാവോ? നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോണുകൾക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് നിന്ന് മിഡിൽ വരെ പോകും തോറും അൺപെയ്ഡ് ഇലക്ട്രോണുകൾ 1 ആകും, 2 ആകും, 3 ആകും, 4 ആകും, 5 ആകും, പതിയെ ഇൻക്രീസ് ചെയ്യും. അതിനനുസരിച്ച് മെറ്റാലിക് ബോണ്ടിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. മെറ്റാലിക് ബോണ്ട് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നത് മിഡിൽ വരെയാണ്. അപ്പൊ മിഡിൽ വരെ എന്ത് ചെയ്യും? മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. റെഡി അല്ലേ? പക്ഷേ മിഡിൽ നിന്ന് അങ്ങോട്ട് മക്കളെ അൺപെയ്ഡ് ഇലക്ട്രോണുകളുടെ എണ്ണം കുറയും. റെഡി അല്ലേ? കുറയും. മിഡിൽ വരെ ഇൻക്രീസ് ചെയ്യും, പിന്നെ കുറയും. അപ്പൊ അതിനനുസരിച്ച് മിഡിൽ വരെ മെൽറ്റിംഗ് പോയിന്റ് കൂടും, പിന്നെ കുറയും. അപ്പൊ അതേ ട്രെൻഡ്, നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോണുകളുടെ ട്രെൻഡ് ആണ് ആര് കാണിക്കുക? മെറ്റാലിക് ബോണ്ട് കാണിക്കുക. മെറ്റാലിക് ബോണ്ട് കാണിക്കുന്ന അതേ ട്രെൻഡ് തന്നെയാണ് എന്ത് കാണിക്കുക? മെൽറ്റിംഗ് പോയിന്റും കാണിക്കുക. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മക്കളെ, 2 പേരെ നിങ്ങൾ ഓർത്തു വെക്കണം. മാംഗനീസും ടെക്നീഷ്യത്തിനും കമ്പാരിറ്റീവ്ലി ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്, ഈവൻ ദോ ദേ ഹാവ് D5 കോൺഫിഗറേഷൻ. D5 കോൺഫിഗറേഷൻ ഉണ്ടായിട്ട് കൂടി 5 അൺപെയ്ഡ് ഇലക്ട്രോണുകൾ ഉണ്ടായിട്ട് കൂടി മാംഗനീസും ടെക്നീഷ്യവും ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് കാണിക്കുക. കാരണം അവരുടെ ലോ ഹീറ്റ് ഓഫ് അറ്റോമൈസേഷൻ ആണ്. ബിക്കോസ് ദേ ഹാവ് ലോ ഹീറ്റ് ഓഫ് അറ്റോമൈസേഷൻ. ഓക്കെ ആണല്ലോ? ഇനി ഒരു കാര്യം കൂടി ഓർത്തു വെക്കുക മക്കളെ. സെക്കൻഡ് ട്രാൻസിഷൻ സീരീസിന്റെയും തേർഡ് ട്രാൻസിഷൻ സീരീസിന്റെയും മെൽറ്റിംഗ് പോയിന്റുകൾ കമ്പയർ ചെയ്താൽ അത് കമ്പാരിറ്റീവ്ലി ഹൈ ആണ്. ആരേക്കാൾ? ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിനേക്കാൾ ഹൈ ആണ്. എന്താ റീസൺ അറിയാവോ? ഡ്യൂ ടു ദെയർ ഹൈ എൻതാൽപി ഓഫ് അറ്റോമൈസേഷൻ. അവരുടെ ഹൈ എൻതാൽപി ഓഫ് അറ്റോമൈസേഷൻ. ഈ പറഞ്ഞ പോയിന്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ചുകൊണ്ടാണ് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുക. മക്കളെ, അയണൈസേഷൻ എൻതാൽപി എന്തൊക്കെയാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടേ? അയണൈസേഷൻ എൻതാൽപിയിൽ ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, സാധാരണ ഒരു പീരീഡിൽ കാണുന്നത് പോലെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് നിങ്ങൾ പോകും തോറും എന്താ സംഭവിക്കുക മക്കളെ? അയണൈസേഷൻ എൻതാൽപി ജനറലി ഇൻക്രീസ് ചെയ്യും. റെഡിയാണോ? അതെന്തുകൊണ്ടാ?
ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ടാണ് സാർ. ഓ ആയിക്കോട്ടെ, ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ടാണ് സാർ. റെഡി അല്ലേ? പക്ഷേ ആ ഇൻക്രീസ് റെഗുലർ ആണോ? ഒരിക്കലുമല്ല. ആ ഇൻക്രീസ് എന്തല്ല മക്കളെ? റെഗുലർ ഇൻക്രീസ് അല്ല, റെഗുലർ ഇൻക്രീസ് അല്ല. ഇനി അതിൽ ഓർത്തു വെക്കുക, ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പികൾ കമ്പാരിറ്റീവ്ലി ലോ ആണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? ഇവര് രണ്ടുപേരിൽ നിന്നും ഒരു ഇലക്ട്രോണുകളെ എടുത്തു കളഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് എന്ത് ചെയ്യാടാ മക്കളെ? അവർക്ക് സ്റ്റേബിൾ കോൺഫിഗറേഷനിലേക്ക് മാറാം. അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അവരുടെ ഡി കോൺഫിഗറേഷനിൽ മാറ്റം ഉണ്ടാവില്ല. ക്രോമിയത്തിനും കോപ്പറിനും നിങ്ങളിപ്പോ S1, ക്രോമിയത്തിന്റെ S1D5 അല്ലേ, കോപ്പർ S1D10 അല്ലേ, നിങ്ങളിപ്പോ ഈ ഇലക്ട്രോണിനെ എടുത്തു കളഞ്ഞാലും ഈ രണ്ട് കോൺഫിഗറേഷൻ മാറൂലാലോ, അപ്പൊ സ്റ്റെബിലിറ്റി മാറൂലാലോ. അതുകൊണ്ടാണ് മക്കളെ, അതുകൊണ്ട് തന്നെ കോപ്പറിനും ക്രോമിയത്തിനും ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി is low. എന്തുകൊണ്ടാ? ബിക്കോസ് the removal of one electron from copper and chromium does not make any change in D configuration. ക്ലിയർ ആണോ മക്കളെ? പക്ഷെ അതേസമയം ഇവർ രണ്ടുപേരുടെയും സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി വളരെ ഹൈ ആണ് മക്കളെ. ഇവന്മാര് രണ്ടുപേരുടെയും സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി വളരെ ഹൈ ആ. എന്തുകൊണ്ടാ? കാരണം നിങ്ങൾ ഒരു ഇലക്ട്രോണിനെ കൂടി എടുത്താൽ അവിടെ സ്റ്റേബിൾ കോൺഫിഗറേഷൻ എന്താകും? ഡിസ്റപ്റ്റഡ് ആകും. എന്ന് പറഞ്ഞാൽ D5 D4 ആകും, D10 D9 ആകും, സ്റ്റേബിൾ കോൺഫിഗറേഷൻ ഡിസ്ട്രോയിഡ് ആകും, നശിക്കപ്പെടും. സോ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഹൈ ആണ്. റെഡി അല്ലേ? ആണ്. ഇനി ഒരു കാര്യം കൂടി മക്കളെ, സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പിയെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ആരെ കുറിച്ച് ഓർക്കണോടാ? മാംഗനീസിനെ കുറിച്ചും സിങ്കിനെ കുറിച്ചും ഓർക്കണം. കാരണം ഇവർ രണ്ടുപേർക്കും ലോവർ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പിയാണ് ദാൻ ദെയർ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി. അതെന്താ അങ്ങനെ മക്കളെ? ബിക്കോസ് ഈ രണ്ടു പേരിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ കൂടി റിമൂവ് ചെയ്താൽ അവർക്ക് സ്റ്റേബിൾ ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ എത്താൻ പറ്റും. ഓർത്തു വെച്ചോട്ടാ. മാംഗനീസിന്റെയും സിങ്കിന്റെയും സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പികൾ കമ്പാരിറ്റീവ്ലി ലോവർ ആണ് ദാൻ ദിയർ ഫസ്റ്റ്. നോർമലി തിരിച്ചുണ്ടാവുക, ഫസ്റ്റിനേക്കാൾ കൂടുതൽ സെക്കൻഡ് ഉണ്ടാവുക. ഇവർക്ക് പക്ഷെ അങ്ങനെയല്ല. അതിന്റെ റീസൺ ആണ് പറഞ്ഞത്. എന്ത്? ആ രണ്ടുപേരിൽ നിന്നും നിങ്ങൾ രണ്ടാമതൊരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്താൽ അവരെന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള സ്റ്റേബിൾ കോൺഫിഗറേഷനിലേക്ക് മാറുന്നത് കൊണ്ടാണ്. മക്കളെ, അടുത്ത പ്രോപ്പർട്ടി എന്തായിരുന്നു? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഏറ്റവും പ്രധാനപ്പെട്ടത് മക്കളെ E ഓഫ് എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? M2+M. അപ്പൊ ഈ വാല്യൂസ് സൂചിപ്പിക്കുന്നത് M2+ നിന്ന് M-ലേക്ക് മാറാനുള്ള ടെൻഡൻസിയാണ്. M2+ നിന്ന് M-ലേക്ക് മാറാനുള്ള ടെൻഡൻസിയാണ് ഓരോ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും സൂചിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കണേ, അതിനൊരു ജനറൽ ട്രെൻഡ് എന്താണെന്നറിയാം അവിടെ മക്കളെ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും ഇൻക്രീസ് ചെയ്യും. പക്ഷേ ചില എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ. ആരാ എക്സെപ്ഷൻ? എടാ കോപ്പർ. മക്കളെ, കോപ്പറിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് +0.34 ആണ്, പോസിറ്റീവ് ആണ്. റെഡിയാണോ? പക്ഷേ ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിലുള്ള ബാക്കി എല്ലാ എലമെന്റുകളുടെയും ഓൾ അതർ എലിമെന്റ്സ് ഓഫ് ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് അവര് E0 വാല്യൂസ് എന്താണ് മക്കളെ? നെഗറ്റീവ് ആണ്. അപ്പൊ കോപ്പർ അവിടെ എക്സെപ്ഷൻ കാണിക്കുന്നു. റെഡിയാണല്ലോ? ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ. ഇനി എന്താ പറയുന്നേ? along the series the E0 value become less negative. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് നിങ്ങൾ പോകുന്തോറും എന്താ മക്കളെ പറ്റുന്നത്? നോക്കണേ, E0 വാല്യൂ ലെസ് നെഗറ്റീവ് ആകും. അതെന്തുകൊണ്ടാ? കാരണം ഫസ്റ്റ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പികളുടെ സമ്മ് കൂടുന്നത് കൊണ്ടാണ്. കാരണം ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിയും സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പിയും കടന്നു വരുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് അയണൈസേഷൻ എൻതാൽപ്പികളുടെയും സമ്മ് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ലെസ് നെഗറ്റീവ് ആയിട്ട് വരും. ഓർത്ത് വെച്ചേക്കണേ. അതിൽ തന്നെ മക്കളെ ഓർത്ത് വെക്കുക, മാംഗനീസ് 2+ന്റെയും സിങ്ക് 2+ന്റെയും E0 വാല്യൂസ് വളരെ നെഗറ്റീവ് ആണ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ. കാരണം Mn2+ എന്ന് പറയുന്നവന്റെ കോൺഫിഗറേഷൻ D5 ആണ്, സിങ്ക് 2+ എന്ന് പറയുന്നവന്റെ കോൺഫിഗറേഷൻ D10 ആണ്. രണ്ടുപേരും സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആയതുകൊണ്ട് തന്നെ മക്കളെ മാംഗനീസ് 2+നും സിങ്ക് 2+നും വളരെ നെഗറ്റീവായ, ഹൈലി നെഗറ്റീവ് ആയിട്ടുള്ള E0 വാല്യൂസ് ആണ് ഉണ്ടാകുക. അപ്പൊ എപ്പോഴും ഓർത്ത് വെക്കുക മക്കളെ. എന്താ ഓർത്ത് വെക്കേണ്ടത്? നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് E0 വാല്യൂ എന്ന് പറയുന്നത് ലോയുമാകാം ഹൈയുമാകാം. E0 വാല്യൂ ലോ ആയാൽ അതിനർത്ഥം മക്കളെ മെറ്റൽ 2+
മോർ സ്റ്റേബിൾ ദാൻ മെറ്റൽ. E0 വാല്യൂ ഹൈ ആയാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? മെറ്റൽ 2+ is ലെസ് സ്റ്റേബിൾ ദാൻ മെറ്റൽ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ കോപ്പറിന്റേത് പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ അല്ലേ? അപ്പൊ അതിനർത്ഥം കോപ്പർ 2+ ആണോ, കോപ്പർ ആണോ കൂടുതൽ സ്റ്റേബിൾ? കോപ്പർ ആണ് കൂടുതൽ സ്റ്റേബിൾ. മക്കളെ തിരിച്ച് മക്കളെ നിങ്ങൾ നോക്കി, മാംഗനീസ് 2+ന്റേത് മോർ നെഗറ്റീവ് അല്ലേ? മോർ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ലോ അല്ലേ? അപ്പൊ അതിനർത്ഥം മാംഗനീസ് 2+ എന്ന് പറയുന്നത് മാംഗനീസിനേക്കാൾ സ്റ്റേബിൾ ആണ്. കാരണം എന്താ? മാംഗനീസ് 2+ന് D5 ആ. അതുപോലെ തന്നെയാണ് സിങ്കും. സിങ്ക് 2+ സിങ്കിനേക്കാൾ സ്റ്റേബിൾ ആ, കാരണം D10 ഉണ്ട്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ മക്കളെ? ആണോ? ഓക്കെ മക്കളെ, റെഡി. ഇനി നിങ്ങൾ ഈ ഒരു ടേബിൾ നോക്കി. ഈ ടേബിളിലുണ്ട് ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിലെ എല്ലാവരുടെയും E0 വാല്യൂസ്. മക്കളെ E0 വാല്യൂസ്. അപ്പൊ അതിൽ ശ്രദ്ധിക്കുക, കോപ്പറിന്റെ മാത്രം ഒരു എക്സെപ്ഷൻ ആണ്. കോപ്പറിന് മാത്രമാണ് പോസിറ്റീവ് വാല്യൂ ഉള്ളത്. റെഡി അല്ലേടാ മക്കളെ? ഡൗട്ടുകളൊന്നും ഇല്ലാതെ എന്റെ മക്കൾക്ക് നേരെ മുന്നോട്ട് പോകാതെ നമുക്ക് അവിടെ നിന്ന് ആണ്. ബുദ്ധിമുട്ടുകളില്ല, പറഞ്ഞ കാര്യങ്ങൾ സെറ്റാണ് മക്കളെ. എങ്കിൽ അടുത്ത പ്രോപ്പർട്ടി എന്താ? അടുത്തത് വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് മക്കളെ. ട്രാൻസിഷൻ എലമെന്റുകൾക്ക്, ഡി ബ്ലോക്ക് എലമെന്റുകൾക്ക് മറ്റ് എലമെന്റുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ വെറൈറ്റി ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റുകളെ കാണിക്കാം. അത് എന്തുകൊണ്ടാണ് എന്ന് അറിയണ്ടേ നമുക്ക്? അതിന്റെ റീസൺ അറിയണം. കാരണം മക്കളെ, എസ് ഇലക്ട്രോണുകൾക്കൊപ്പം ഡി ഇലക്ട്രോണുകൾ കൂടി കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും. അതെന്താ സാർ എസിനൊപ്പം ഡി കൂടി പങ്കെടുക്കുന്നേ? കാരണം മക്കളെ, ഡി ഓർബിറ്റലുകൾക്ക് അല്ലെങ്കിൽ ഡിയിലുള്ള ഇലക്ട്രോണുകൾക്കും എസിലുള്ള ഇലക്ട്രോണുകൾക്കും കമ്പയറബിൾ എനർജിയാണ്. എന്ന് പറഞ്ഞാൽ ഒരേ എനർജിയാണ്. അപ്പൊ എസ് ഓർബിറ്റലിലും ഡി ഓർബിറ്റലിലും ഇരിക്കുന്ന ഇലക്ട്രോണുകൾക്ക് കമ്പയറബിൾ എനർജിയാണ്. എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് സെയിം എനർജിയാണ്. അതുകൊണ്ട് രണ്ട് ഓർബിറ്റലുകളിലും ഇരിക്കുന്ന ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? റിയാക്ഷനിൽ പങ്കെടുക്കും. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയധികം ഓക്സിഡേഷൻ നമ്പറുകൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. അതിൽ മക്കളെ ഒരേ ഒരു ഓക്സിഡേഷൻ നമ്പർ കാണിക്കുന്ന രണ്ടുപേരെ കാണാം. ഒന്ന് സ്കാൻഡിയം ആണ്, മറ്റേത് സിങ്ക് ആണ്. റെഡി ആണല്ലോ? ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ആരാ? മാംഗനീസ് ആണ്. എത്ര വരെയാ? +2 മുതൽ +7 വരെ. ഓർത്ത് വെച്ചു കേട്ടോ. ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിലാണ് മക്കൾ. ഇവിടെ നിന്ന് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഡയറക്റ്റ് ആയി ചോദിക്കാം, വൈ ഡു ട്രാൻസിഷൻ എലമെന്റ് ഷോ വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ സ്കാൻഡിയം ഡസ് നോട്ട് എക്സിബിറ്റ് വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് യെറ്റ് ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് എ ട്രാൻസിഷൻ എലമെന്റ് എന്ന് ചോദിക്കാം. ഓക്കെ അല്ലെ മക്കളെ? അതും അല്ലെങ്കിലോ നോക്കൂ, ഇങ്ങനെ ചോദിക്കാം. ദ എലമെന്റ്സ് ഓഫ് ഫസ്റ്റ് 3D ട്രാൻസിഷൻ സീരീസ് ആർ ഗിവൺ. ആൻസർ ദ ഫോളോയിങ്. വിച്ച് എലമെന്റ് ഷോസ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്? നമ്മൾ കണ്ടതാണ് മക്കളെ, കോപ്പറിന് മാത്രമേ ആ കൂട്ടത്തിൽ +1 കാണിക്കാൻ പറ്റുള്ളൂ അല്ലെ? ആണ്. റൈറ്റ് ദ എലമെന്റ് വിച്ച് ഷോസ് മാക്സിമം നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. ഇറ്റ് ഇസ് മാംഗനീസ്. എന്തുകൊണ്ടായിരിക്കും മാംഗനീസ്? ഗിവ് റീസൺ. എന്തുകൊണ്ടായിരിക്കും മാംഗനീസ് അത്രയധികം കാണിക്കുന്നത്? കാരണം മാംഗനീസിലാണ് എന്തുള്ളത് മക്കളെ? മാക്സിമം നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോണുകൾ ഉള്ളത്. മാക്സിമം നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോണുകൾ ഉള്ളത്. റെഡി ആണല്ലോ അല്ലെ? സെറ്റ് ആണ് മക്കളെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത പ്രോപ്പർട്ടിയായ ഡി ബ്ലോക്ക് എലമെന്റുകൾ കാണിക്കുന്ന അടുത്ത പ്രോപ്പർട്ടിയായ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിലേക്ക് പോകണം. മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ മക്കളെ, ഡി ബ്ലോക്ക് എലമെന്റുകൾ അഥവാ നമ്മുടെ ട്രാൻസിഷൻ മെറ്റലുകൾക്ക് പ്രധാനമായും 3 മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കാം. പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കാം, ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കാം, ആൻഡ് ഫെറോ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും കാണിക്കാം. പക്ഷേ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതെല്ലാം അവർ കാണിക്കുന്ന പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ്. മക്കളെ, ട്രാൻസിഷൻ മെറ്റലുകൾ പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കാനുള്ള കാരണം അവരുടെ ഉള്ളിൽ അൺപെയർഡ് ഡി ഇലക്ട്രോണുകൾ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ അൺപെയർഡ് ഇലക്ട്രോണുകൾ പ്രസന്റ് ആകുമ്പോഴാണ് അവർ എന്ത് ചെയ്യുക? പാരാമാഗ്നറ്റിസം കാണിക്കുക. അൺപെയർഡ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്തോറും പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടിയും എന്ത് ചെയ്യേണ്ടതുണ്ട്? കൂടേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യും? അൺപെയർഡ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. അപ്പൊ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും മിഡിൽ വരെ ഉള്ളൂ കേട്ടോ. മിഡിൽ വരെ എന്ത് ചെയ്യും? പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടിയും കൂടണം. ഇനി മക്കളെ, പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടി നമ്മൾ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് മെഷർ ചെയ്യുക. അപ്പൊ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് മ്യൂ എന്നാണ് സൂചിപ്പിക്കുക. മ്യൂ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് n × n+2. മക്കളെ, n എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ. അൺപെയർഡ് ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് n എന്ന് പറയാം. ക്ലിയർ ആയോ? സെറ്റ് ആയോ അത്? ആൻഡ് ദിസ് ഫോർമുല ഇസ് കോൾഡ് ആസ് സ്പിൻ ഓൺലി ഫോർമുല എന്നാണ് നമ്മൾ ഈ ഫോർമുലയെ വിളിക്കുക. സ്പിൻ ഓൺലി ഫോർമുല. ക്ലിയർ ആണല്ലോ അല്ലെ? അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ എന്റെ കയ്യിൽ മാംഗനീസ് ഉണ്ട്. മാംഗനീസ് 2+ ആണെന്ന് വിചാരിക്കും മക്കളെ. മാംഗനീസ് 2+ എന്ന് പറയുന്നവന്റെ പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടി നമ്മൾ എങ്ങനെയാ കാണുക? മാംഗനീസ് 2+ന്റെ കോൺഫിഗറേഷൻ
ആർഗണും കഴിഞ്ഞ് 4s0 3d5 ആണ്. അപ്പൊ 3d5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 അൺപെയർ ഇലക്ട്രോൺ ഉണ്ടല്ലോടാ. ഉണ്ട് സാർ. അപ്പൊ mu is equal to square root of n into n plus 2 അല്ലേ, and that is equal to square root of 5 into 5 plus 2 അല്ലേ, and that is equal to square root of 35. and മക്കളെ ബോർ മാഗ്നറ്റൺ എന്ന യൂണിറ്റിലാണ് നമ്മൾ സൂചിപ്പിക്കുക. ബോർ മാഗ്നറ്റൺ. ഓക്കെയാണ്, ക്ലിയർ ആണത് മക്കളെ. അടുത്തത് ഫോർമേഷൻ ഓഫ് കോംപ്ലക്സസ്. നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്നുണ്ടല്ലോ DNF കഴിഞ്ഞിട്ട്. ഈ കോർഡിനേഷൻ കോമ്പൗണ്ടുകളെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കോംപ്ലക്സ് കോമ്പൗണ്ടുകൾ. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ കോംപ്ലക്സ് കോമ്പൗണ്ടുകളെ ഉണ്ടാക്കുന്നത് ഡി ബ്ലോക്ക് എലമെന്റുകൾ സെൻട്രൽ മെറ്റൽ ആയിട്ടാണ്. അപ്പൊ ഡി ബ്ലോക്ക് എലമെന്റുകൾ എന്തുകൊണ്ടാണ് ഇത്രയധികം കോംപ്ലക്സ് കോമ്പൗണ്ടുകളെ ഉണ്ടാക്കുന്നത് നമ്മൾ അറിയേണ്ട കാര്യമാണ് മക്കളെ. ദേ ഫോം ലാർജ് നമ്പർ ഓഫ് കോംപ്ലക്സസ്. എന്തുകൊണ്ടാ? 4 കാരണങ്ങളുണ്ട്. എത്രയാ? 4 കാരണങ്ങളുണ്ട് മക്കളെ. ഒന്ന്, കമ്പാരിറ്റീവ്ലി സ്മോൾ സൈസ്. ഡി ബ്ലോക്ക് എലമെന്റുകളുടെ സൈസ് ചെറുതായതുകൊണ്ട്. റീസൺ നമ്പർ 1. ഹൈ അയണിക് ചാർജ്. അവർക്ക് മുകളിൽ ഉണ്ടാവുന്ന ചാർജ് ഹയർ ആയതുകൊണ്ട്. കാരണം 2, പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റലുകൾ ഉള്ളത് കൊണ്ട്. കാരണം നമ്പർ 3. നാലാമത്തേത്, ഇതിനെല്ലാം പുറമെ ദേ ക്യാൻ ഷോ വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. മക്കളെ, വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റുന്നത് കൊണ്ട്. കാരണം നമ്പർ 4. ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് കോംപ്ലക്സുകളെ ഫോം ചെയ്യാൻ അവർക്ക് സാധിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്. ഇതിൽ നിന്ന് എപ്പോഴും ബോർഡ് എക്സാമിന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, യെസ് മക്കളെ. അടുത്തത്, ഡി ബ്ലോക്ക് എലമെന്റുകൾ എന്ത് ചെയ്യാറുണ്ട്? കാറ്റലിസ്റ്റുകളായിട്ട് ആക്ട് ചെയ്യാറുണ്ട് മക്കളെ. ദേ ആർ വെരി ഗുഡ് കാറ്റലിസ്റ്റ്. എന്തുകൊണ്ടായിരിക്കും അവർ കാറ്റലിസ്റ്റുകളായിട്ട് ആക്ട് ചെയ്യുന്നത്? ഇനി ഡി ബ്ലോക്ക് എലമെന്റുകൾ മാത്രമല്ല, അവരുടെ കോമ്പൗണ്ടുകളും കാറ്റലിസ്റ്റുകളാണ്. 3 കാരണങ്ങൾ മക്കളെ. ഈ കാരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 1, their ability to show variable oxidation state. വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കഴിവ്. 2, എബിലിറ്റി ടു ഫോം കോംപ്ലക്സസ്. കോംപ്ലക്സുകളെ ഫോം ചെയ്യാനുള്ള കഴിവ് മക്കളെ. 3, ലാർജ് സർഫസ് ഏരിയ. ഈ 3 കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ്, ഈ 3 കാരണങ്ങൾ അഡ്വാൻറ്റേജുകൾ ഉള്ളത് കൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെന്റുകൾ എന്ത് ചെയ്യുന്നത്? കാറ്റലിസ്റ്റുകളായിട്ട് ആക്ട് ചെയ്യുന്നത്. ഡി ബ്ലോക്ക് എലമെന്റുകൾ മാത്രമല്ല, ഇവരവരുടെ കോമ്പൗണ്ടുകൾ അടക്കം കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഈ 3 കാരണങ്ങൾ കൊണ്ടാണ്. ഇത് ഡയറക്റ്റ് ആയി ബോർഡ് എക്സാമിന് ചോദിക്കാറുണ്ട് മക്കളെ. ഡയറക്റ്റ് ആയി ചോദിക്കും. ഗിവ് റീസൺ ഫോർ ദ ഫോളോയിങ് ട്രാൻസിഷൻ മെറ്റൽസ് ആൻഡ് മെനി ഓഫ് ദിയർ കോമ്പൗണ്ട്സ് ആക്ട് ആസ് കാറ്റലിസ്റ്റ്. ഈ 3 പോയിന്റുകളാണ് നിങ്ങളോട് എഴുതാൻ ആവശ്യപ്പെടുന്നത് മക്കളെ. റെഡി? ഇനി ഇതിനെല്ലാം പുറമെ കളേർഡ് കോമ്പൗണ്ടുകളെ ഫോം ചെയ്യാൻ ആർക്ക് കഴിയും മക്കളെ? ഡി ബ്ലോക്ക് എലമെന്റുകൾക്ക് കഴിയും. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണ് അവർ കളേർഡ് കോമ്പൗണ്ടുകളെ ഫോം ചെയ്യുന്നത്? അവർ ഫോം ചെയ്യുന്ന കോമ്പൗണ്ടുകൾ കളേർഡ് ആയത് എന്തുകൊണ്ടാ? ഒറ്റ കാരണേ ഉള്ളൂ മക്കളെ. അവരുടെ കയ്യിൽ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റലുകൾ ഉണ്ട്. അപ്പൊ ഈ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽ ഉണ്ടെങ്കിൽ അത് വെച്ച് എന്താ ചെയ്യുക? അത് വെച്ച് ലൈറ്റ് അബ്സോർബ് ചെയ്ത് ലോവർ എനർജിയിലെ ഡി ഓർബിറ്റലിൽ നിന്ന് ഹയർ എനർജിയിലെ ഡി ഓർബിറ്റലിലേക്ക് എന്ത് ചെയ്യും? ഇലക്ട്രോണുകൾ എക്സൈറ്റ് ചെയ്യും. ആ എക്സൈറ്റേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആ എക്സൈറ്റേഷനെ വിളിക്കുന്ന പേരാണ് ഡി ട്രാൻസിഷൻ. എന്താ വിളിക്കുക? ഡി ട്രാൻസിഷൻ. അപ്പൊ ഡി ട്രാൻസിഷൻ നടക്കുന്നത് കൊണ്ടാണ് അവർ കളേർഡ് ആകുന്നത്. അപ്പൊ ഒരു കാര്യം ഉറപ്പാ മക്കളെ, ഫുള്ളി ഫിൽഡ് ആയ അല്ലെങ്കിൽ എം ടി ആയ ഡി ഓർബിറ്റലുകളുള്ളവർ ആരും കളേർഡ് ആയിരിക്കില്ല. റെഡിയല്ലേ? ക്ലിയർ ആണല്ലോ മക്കളെ. ഇനി അവർ കളർ അബ്സോർബ് ചെയ്യുന്നുണ്ടാണെന്ന് പറഞ്ഞല്ലോ. ആ അബ്സോർബ് ചെയ്യുന്ന കളറിന്റെ കോംപ്ലിമെന്ററി കളറിലായിരിക്കും മക്കളെ നിങ്ങളുടെ കോമ്പൗണ്ട് കാണാം. ഏത് ഇലക്ട്രോൺ എക്സൈറ്റഡ് ആകാൻ ഡി ട്രാൻസിഷൻ നടത്താൻ ഏത് ലൈറ്റിനെയാണോ വലിച്ചെടുക്കുന്നത്, അബ്സോർബ് ചെയ്യുന്നത്, അതിന്റെ കോംപ്ലിമെന്ററി കളർ ആയിരിക്കും കോമ്പൗണ്ട് ഉണ്ടാവാം. റെഡി അല്ലേ? ഇപ്പൊ റെഡ് വലിച്ചെടുക്കുന്നയാൾ റെഡിലല്ല കാണാം, അവന്റെ കോംപ്ലിമെന്ററി കളറിലാണ് കാണാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ മക്കളെ, ടൈറ്റാനിയം 2+ കളേർഡാ, ടൈറ്റാനിയം 4+ കളർലെസ് ആ. അതെന്താ കാരണം? കാരണം ടൈറ്റാനിയം 2+ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്, ടൈറ്റാനിയം 4+ അതില്ല. നോക്കിയേ, കോപ്പർ 2+ കളേർഡാ, പക്ഷെ കോപ്പർ പ്ലസ് എന്താണ്? കളർലെസ് ആ. കാരണം കോപ്പർ 2+ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്, അല്ലെങ്കിൽ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽ ഉണ്ട്. കോപ്പർ പ്ലസ് അങ്ങനെയല്ല, ഫുള്ളി ഫിൽഡ് ഡി ഓർബിറ്റലാ. മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആകുന്നുണ്ടോ മക്കളെ? നിങ്ങൾക്കത് ഓക്കെ ആണല്ലോ? ഇത് വെച്ച് ചോദ്യം ചോദിക്കാറുണ്ട് കേട്ടോ. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഇത് വെച്ച് ചോദ്യം ചോദിക്കാറുണ്ട്. എന്റെ മക്കൾക്ക് ഓർമ്മയുണ്ടാകണം. അത് മറന്നു പോകാൻ പാടില്ല കേട്ടോ. ഓക്കെ മക്കളെ, ഇനി എന്താ ഡി ബ്ലോക്ക് എലമെന്റുകൾക്ക് മാത്രമുള്ള പ്രത്യേകതകളിൽ ഒന്ന്, they can form interstitial compounds. എന്താ മക്കളെ ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ? ഈ ട്രാൻസിഷൻ മെറ്റലുകൾക്കുള്ളിൽ വലിയ ഗ്യാപ്പുകളുണ്ട്.
അവരെ ക്രിസ്റ്റൽ ലാറ്റിസിനുള്ളിൽ വലിയ ഗ്യാപ്പുകളുണ്ട്, സ്പേസ് ഉണ്ട്, വാക്കന്റ് സ്പേസ് ഉണ്ട്. ആ വാക്കന്റ് സ്പേസിലേക്ക് കുഞ്ഞ് ആറ്റങ്ങളായ ഹൈഡ്രജനോ നൈട്രജനോ കാർബണോ ബോറോണോ ഒക്കെ എന്ത് ചെയ്യും? കയറിയിരിക്കും, ട്രാപ്പ് ചെയ്യപ്പെടും അതിനുള്ളിലേക്ക്. അങ്ങനെ ട്രാപ്പ് ചെയ്യപ്പെട്ടാൽ കിട്ടുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ടുകൾ എന്ന് വിളിക്കുക. ഈ കോമ്പൗണ്ടുകളുടെ ഫോർമുല നോക്കിയാൽ നിങ്ങൾ Fe3H, Mn4N, TiC, VH 0.56 ആൻഡ് TiH 1.7. മക്കൾ ഈ 0.56 1.7 എന്നൊക്കെ പറഞ്ഞാൽ അതിനർത്ഥം ഈ കോമ്പൗണ്ടുകൾ എന്തല്ല? സ്റ്റോഷിയോമെട്രിക് അല്ല, അവർ നോൺ സ്റ്റോഷിയോമെട്രിക് ആണ്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഇനി ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ടുകളെ പ്രത്യേകത, അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മക്കളെ, ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കുമെടാ, ഹൈലി ഹാർഡ് ആയിരിക്കും അവര്, ആൻഡ് മെറ്റാലിക് പ്രോപ്പർട്ടി എന്ത് ചെയ്യും? അതേപോലെ നിലനിർത്തും അവര്. ഫൈനലി ദേ ആർ കെമിക്കലി ഇനേർട്ട്. ഈ 4 കാര്യങ്ങൾ പഠിച്ചോ. ഡയറക്റ്റ് ആയി ചോദിച്ചിട്ടുണ്ട് മക്കളെ, മക്കളെ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ വാട്ട് ആർ ദ properties of interstitial compounds? They have high melting point, hard, retain metallic character, and they are chemically inert. Okay ആണല്ലോ മക്കളെ, ബുദ്ധിമുട്ടുകളില്ലല്ലോ. അവിടെ തന്നെ നമ്മൾ പഠിക്കണം എന്ത്? പത്താമത്തെയും അവസാനത്തെയും പ്രോപ്പർട്ടി ഓഫ് ഡി ബ്ലോക്ക്, അലോയ് ഫോർമേഷൻ. മക്കളെ, ഡി ബ്ലോക്ക് എലമെന്റുകൾ നല്ല ഭംഗിയായിട്ട് അലോയ്സിനെ ഫോം ചെയ്യും. എന്താ അലോയ്സ് എന്ന് പറഞ്ഞാൽ? അലോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 അതിലധികമോ എലമെന്റുകൾ ചേർന്ന് ഹോമോജീനിയസ് ആയ സോളിഡ് മിക്സ്ചറുകളെ ഫോം ചെയ്യും. എങ്ങനെയുള്ള സോളിഡ് മിക്സ്ചറുകളാ? ഹോമോജീനിയസ് ആയ സോളിഡ് മിക്സ്ചറുകളെ ഫോം ചെയ്യും. ആ സോളിഡ് മിക്സ്ചറുകളിൽ ഒരു എലമെന്റ് എങ്കിലും മെറ്റൽ ആണെങ്കിൽ ദാറ്റ് മിക്സ്ചർ ഇസ് കോൾഡ് ആസ് ആൻ അലോയ്. Okay, so they are homogeneous solid solutions of elements in which at least one element is a metal. Ready? ആണ്. അതെന്താ ഇവർ അലോയ്സിനെ ഫോം ചെയ്യുന്നത്? കാരണം മക്കളെ, ഡി ബ്ലോക്ക് എലമെന്റുകളുടെ റേഡിയസ് സെയിം ആയിരിക്കും, സിമിലർ റേഡിയസ് ആണെന്ന് മാത്രമല്ല ഏകദേശം അവരുടെ സ്വഭാവങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരസ്പരം ഈസി ആയിട്ട് മിക്സഡ് ആകാം, ഈസി ആയിട്ട് അലോയ്സിനെ ഫോം ചെയ്യാം. റെഡി? അപ്പൊ സിമിലർ റേഡിയസ് ആണ്, സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, സോ ഒരു മിക്സർ ആകും, അലോയ്സിനെ ഫോം ചെയ്യും. റെഡി അല്ലേ മക്കളെ? അലോയ്സിന്റെ പ്രത്യേകത എന്താ? അലോയ്സ് എന്ന് പറയുന്നത് മെറ്റലുകളെക്കാൾ ഹാർഡാണ്, മെറ്റലുകളെക്കാൾ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, കോപ്പറും സിങ്കും ചേർന്ന് വരുന്ന അലോയ് ആണ് ബ്രോൺസ്. അയണും കാർബണും നിക്കലും മാംഗനീസും ക്രോമിയും ഒക്കെ ചേർന്ന് വരുന്ന അലോയ് ആണ് ആര്? സ്റ്റെയിൻലെസ് സ്റ്റീൽ. മക്കളെ, ഇനി ഒരാൾ കൂടി ഉണ്ട് അവിടെ, ബ്രാസ് എന്ന് പറയുന്നത് കോപ്പറും ടിന്നും ചേർന്ന് വരുന്ന അലോയ് ആണ് ബ്രാസ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, അലോയ്സിനെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് അറിയാം മക്കളെ. അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഡി ബ്ലോക്ക് എലമെന്റുകൾ കാണിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് മക്കളെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡി ബ്ലോക്ക് എലമെന്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പൗണ്ടുകൾ നമ്മൾ എടുക്കുമ്പോൾ അതിൽ 2 പേരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരാൾ ആരൊക്കെയാണ് 2 പേരെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ മക്കളെ? ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഒന്ന് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് K2Cr2O7, 2 പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4. ഈ 2 പേരെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ആദ്യം പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് തുടങ്ങാം മക്കളെ. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് തുടങ്ങാം. എന്തൊക്കെയാ പൊട്ടാസ്യം ഡൈക്രോമേറ്റിൽ പഠിക്കാനുള്ളത്? ആദ്യം നമ്മൾ അവന്റെ പ്രിപ്പറേഷൻ പഠിക്കണം. പ്രിപ്പറേഷൻ എവിടുന്ന? ക്രോമൈറ്റോർ എന്നാണ് K2Cr2O7 പ്രിപ്പയർ ചെയ്യാം. എന്താണ് ഈ ക്രോമൈറ്റോർ മക്കളെ? FeCr2O4നെയാണ് നമ്മൾ ക്രോമൈറ്റോർ എന്ന് പറയാം. ഇനി എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുക? ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ക്രോമൈറ്റോറിനെ ആരുമായിട്ട് എന്ത് ചെയ്യണം? മിക്സ് ചെയ്യണം എന്നറിയാവോ? സോഡിയം ക്രോമേറ്റുമായിട്ട് എന്ത് ചെയ്യണം? മക്കളെ, സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം കാർബണേറ്റുമായിട്ട് മിക്സ് ചെയ്യണം. നിങ്ങളുടെ ക്രോമൈറ്റോറിനെ സോഡിയം കാർബണേറ്റുമായിട്ടോ അല്ലെങ്കിൽ പൊട്ടാസ്യം കാർബണേറ്റുമായിട്ടോ എയറിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? Na2CrO4 കിട്ടും സാർ. ഈ Na2CrO4ന്റെ പേരാണ് സോഡിയം ക്രോമേറ്റ്. റെഡി അല്ലേ? കൂടെ ഫെറിക് ഓക്സൈഡ് ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. പക്ഷെ ഓർത്തു വെക്കേണ്ടത്, ക്രോമൈറ്റോറിനെ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം കാർബണേറ്റും എയറുമായിട്ട് റിയാക്ട് ചെയ്താൽ സോഡിയം ക്രോമേറ്റ് കിട്ടും. സ്റ്റേജ് 1 കംപ്ലീറ്റ് ആയി മക്കളെ. സ്റ്റേജ് 2ൽ ഈ ഫോം ചെയ്ത സോഡിയം ക്രോമേറ്റിനെ മക്കളെ ഓർത്തു വെച്ചോ, സോഡിയം ക്രോമേറ്റിന് യെല്ലോ കളറാണ്. അപ്പൊ സോഡിയം ക്രോമേറ്റിന്റെ സൊല്യൂഷൻ യെല്ലോ ആണ്. അവനെ നമ്മൾ എന്ത് ചെയ്യും?
സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ച് അസിഡിഫൈ ചെയ്യും. അസിഡിഫൈ ചെയ്യും. അങ്ങനെ സോഡിയം കാർബണേറ്റിനെ അസിഡിഫൈ ചെയ്താൽ അവൻ എന്താ, സോഡിയം ക്രോമേറ്റിനെ അസിഡിഫൈ ചെയ്താൽ അവൻ സോഡിയം ഡൈക്രോമേറ്റ് ആയി മാറും. Na2Cr2O7 ആയി മാറും. മൂന്നാമത്തെ സ്റ്റേജിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സോഡിയം ഡൈക്രോമേറ്റിനെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആക്കിയാൽ മതിയല്ലോ. സോഡിയത്തിന് പകരം പൊട്ടാസ്യത്തെ കയറ്റി ഇരുത്തിയാൽ മതിയല്ലോ. അപ്പൊ നമ്മൾ അവരെ പൊട്ടാസ്യം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. സോഡിയത്തെ ഒറ്റ ചവിട്ടിന് പുറത്താക്കി പൊട്ടാസ്യം കയറി വരും. ആൻഡ് സോഡിയം ഡൈക്രോമേറ്റ് ബിക്കംസ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. മക്കളെ, ഈ പറയുന്ന 3 സ്റ്റേജുകളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രോമൈറ്റോറിൽ നിന്ന് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ചോദിക്കോ സാർ? പല തവണ ചോദ്യ പേപ്പറിൽ ബോർഡ് എക്സാമിന് ചോദിച്ചതാണ് മക്കളെ. നിങ്ങൾ ഈ 3 ചോദ്യങ്ങൾ നോക്ക്. എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഫ്രം FeCr2O4. 1. എക്സ്പ്ലെയിൻ ദ പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഫ്രം സോഡിയം ക്രോമേറ്റ്. 2. റൈറ്റ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് സോഡിയം ഡൈക്രോമേറ്റ് ഫ്രം ക്രോമൈറ്റോർ. അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും ചോദ്യം ചോദിക്കാം. ചോദ്യം എന്താണെന്ന് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. റെഡി അല്ലേ മക്കളെ? അപ്പൊ നമ്മളവിടെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. എടാ മക്കളെ ശ്രദ്ധിക്കാം. ശ്രദ്ധിക്കണേ. ഡൈക്രോമേറ്റ് എന്ന് പറയുമ്പോ എന്താ? ഡൈക്രോമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Cr2O7 2- ഡൈക്രോമേറ്റ് അയോൺ എന്ന് വിളിക്കുക. അപ്പൊ ക്രോമേറ്റ് എന്ന് പറഞ്ഞാലോ മക്കളെ? ക്രോമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CrO4 2- ക്രോമേറ്റ് എന്ന് വിളിക്കുക. റെഡിയാണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ K2CrO4 പൊട്ടാസ്യം ക്രോമേറ്റ് എന്നും K2Cr2O7 പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് വിളിക്കുന്നതിന് പുറകിലെ രഹസ്യം മനസ്സിലായി സർ. ഇനി ഈ രണ്ടിലുമുള്ള അയോണുകളും നോക്കി. ഒരാളിൽ ക്രോമേറ്റ് അയോണും മറ്റേ ആളിൽ ഡൈക്രോമേറ്റ് അയോണുമാണ്. ഈ രണ്ടുപേരുടെയും സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ക്രോമേറ്റിൽ ക്രോമിയം സെന്ററിൽ 4 ബോണ്ടുകൾ ഓക്സിജനിലേക്ക് ആൻഡ് ടോട്ടൽ നെഗറ്റീവ് ചാർജ്, 2 നെഗറ്റീവ് ചാർജസ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് അല്ലെങ്കിൽ ഡൈക്രോമേറ്റിൽ 2 ക്രോമിയം ഉണ്ട്. 2 ക്രോമിയങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ഓക്സിജൻ ഉണ്ട്. ആൻഡ് ഓരോ ക്രോമിയത്തിൽ നിന്നും 3 ഓക്സിജനുകൾ വീതമുണ്ട്. ടോട്ടൽ 2 നെഗറ്റീവ് ചാർജുകൾ. ഇതാണ് ക്രോമേറ്റിന്റെയും ഡൈക്രോമേറ്റിന്റെയും സ്ട്രക്ചർ. ചോദിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഇനി എന്താ പഠിക്കേണ്ടത്? അപ്പൊ പ്രിപ്പറേഷൻ പഠിച്ചു, സ്ട്രക്ചർ പഠിച്ചു. ഇനി മക്കളെ, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അപ്പൊ അവൻ ആരെയൊക്കെ ഓക്സിഡൈസ് ചെയ്യും എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ആ റിയാക്ഷൻ നമ്മളോട് ചോദിക്കാറുണ്ട് മക്കളെ. അപ്പൊ റിയാക്ഷൻസ് പഠിക്കണം. നമ്മൾ പഠിക്കണം. ഒരു കോംപ്രമൈസും ഇല്ല മക്കളെ. നോക്കി, ആരെയൊക്കെ ഓക്സിഡൈസ് ചെയ്യാറുള്ളത് ശ്രദ്ധിച്ചു കേൾക്കുക. അയോഡൈഡിനെ എന്താക്കി മാറ്റും? അയോഡിൻ ആക്കി മാറ്റും. ഓക്കെ. ഫെറസിനെ എന്താക്കി മാറ്റും? അവൻ ഫെറിക് ആക്കി മാറ്റും മക്കളെ. ഫെറസിനെ അവൻ എന്താക്കി മാറ്റും? ഫെറിക് ആക്കി മാറ്റും. ഓർത്തു വെച്ചോ. ഫെറസ് Fe2+ അവൻ എന്താക്കി മാറ്റും? ഫെറിക് Fe3+ ആക്കി മാറ്റും. പിന്നെയോ സൾഫൈഡിനെ, ആരാ സൾഫൈഡ്? S2- സൾഫർ ആക്കി മാറ്റും, S ആക്കി മാറ്റും. ആൻഡ് മക്കളെ ഫൈനലി Sn2+, tin2+നെ അവൻ tin4+ ആക്കി മാറ്റും. ഇതാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിലൊക്കെ ഡൈക്രോമേറ്റ് ആണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഇവന്റെ ഒക്കെ കൂടെ ആര് വേണം? Cr2O7 2- വേണം. Cr2O7 2- വേണം. Cr2O7 2- വേണം. Cr2O7 2- വേണം. ഇനി ഇതൊക്കെ ഏത് മീഡിയത്തിലാണെന്ന് അറിയാവോ? ആസിഡിക് മീഡിയത്തിലാണ് സർ. അപ്പൊ H+ വേണം, H+ വേണം. മക്കൾ ഇത് ഇങ്ങനെ എഴുതി പഠിച്ച എളുപ്പമായിരിക്കുവേ. ഇനി ഡൈക്രോമേറ്റ് എന്തായിട്ടാ മാറുകയെന്നറിയോ? Cr2O7 2- എപ്പോഴും Cr3+ ആയിട്ടാ മാറുക. എല്ലാ കേസുകളിലും അതേ Cr3+ ആയിട്ടാ മാറുക. റെഡി അല്ലേ? H+ ബാക്കിയുള്ള ഓക്സിജനും കൂടി എന്തായിട്ട് മാറുന്നറിയാവോ? വാട്ടർ ആയിട്ട് മാറും. H+ ബാക്കിയുള്ള ഓക്സിജനുകളും കൂടി വാട്ടർ ആയിട്ട് മാറും. ഇനി ഇത് ബാലൻസ് ചെയ്യണം നിങ്ങൾ. അപ്പൊ ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണേടാ, I- Fe2+ 6 ആയിരിക്കും. ഓക്കെ. S2- Sn2+ 3 മതി. അപ്പൊ അത് ഇങ്ങനെ തന്നെ എഴുതി പഠിക്കുക. ഡൈക്രോമേറ്റ് എല്ലാറ്റിലും ഓരോന്ന് മതി. H+ എല്ലാറ്റിലും 14 എണ്ണം വേണം. H+ എല്ലാറ്റിലും എത്ര എണ്ണം വേണം? 14 എണ്ണം വേണം. അപ്പൊ ഇങ്ങനെ എഴുതി പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? വേഗത്തിൽ ഓർത്തു വെക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 6I- 2 അല്ലേ ഉള്ളൂ. അപ്പൊ 3I2 മക്കളെ, 3I2. 6 Fe2+, അപ്പൊ 6 Fe3+ വേണം. റെഡി അല്ലേ? 3 സൾഫർ, അപ്പൊ 3 സൾഫർ വേണം. 3 ടിൻ, അപ്പൊ 3 ടിന്ന് വേണം. റെഡി ആണല്ലോ? ഇനി ലെഫ്റ്റിൽ ക്രോമിയം എല്ലാറ്റിലും 2 എണ്ണം ഉണ്ട്.
അപ്പൊ 2 ക്രോമിയം 3+, 2 ക്രോമിയം 3+, 2 ക്രോമിയം 3+, 2 ക്രോമിയം 3+. ഇനി വാട്ടറോ 14H+ അല്ലേ? അപ്പൊ എല്ലാറ്റിലും 7 വാട്ടർ വേണം. മക്കളെ ഈ 4 റിയാക്ഷൻസും ഞാൻ ഈ എഴുതിയ അതേ ഓർഡറിൽ എഴുതി പഠിക്കാം. ആരാവുന്നു, ആരാണ് ഇതിന് കാരണക്കാരൻ, ഏത് മീഡിയത്തിലാണ്, അയാൾക്ക് എന്താ പറ്റുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ പോലെ ബാലൻസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ പഠിച്ചാൽ 2 തവണ എഴുതി പഠിക്കുമ്പോഴേക്കും എൻ്റെ മക്കൾക്ക് അത് ഓർമ്മ വരും. അപ്പോൾ മക്കളെ, പൊട്ടാസ്യം ഡൈക്രോമേറ്റുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കുന്നു. നമ്മൾ 2ാമത്തെ കോമ്പൗണ്ടിലേക്ക് പോവുകയാണ്. അതാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ആരാണ് മക്കളെ? പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4. മക്കളെ KMnO4 പ്രിപ്പയർ ചെയ്യണ്ടേ? പ്രിപ്പയർ ചെയ്യണം സാർ. എവിടുന്നാ പ്രിപ്പയർ ചെയ്യുക? KMnO4 പ്രിപ്പയർ ചെയ്യുന്നത് MnO2 നിന്നാണ്. MnO2 നിന്ന്, പൈറൂളസൈറ്റ് എന്ന് പറയുന്ന ഓറിൽ നിന്നാണ്. എന്ത് ചെയ്യണം? MnO2 പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായി ഓക്സിജന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യിക്കണം സാർ. അവൻ എന്തായി മാറും? K2MnO4 ആകും. ഇതാരാ K2MnO4? പൊട്ടാസ്യം മാംഗനേറ്റ്. പൊട്ടാസ്യം മാംഗനേറ്റ്. ഇവനെയാണ് നമ്മൾ പൊട്ടാസ്യം മാംഗനേറ്റ് എന്ന് പറയുക. റെഡി അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? ആണ്. ഇവിടെ നമ്മൾ KNO3 എന്ന് പറയുന്ന ഒരു ഓക്സിഡൈസിങ് ഏജന്റിന്റെ പ്രസൻസ് കൂടി ഉണ്ടാവും കേട്ടോ. ഓക്കെ മക്കളെ, സ്റ്റെപ്പ് രണ്ടിൽ ഈ പൊട്ടാസ്യം മാംഗനേറ്റിന് ഡാർക്ക് ഗ്രീൻ കളർ ആണെന്ന് ഓർത്ത് വെക്കണേ. ഡാർക്ക് ഗ്രീൻ കളർ ഉള്ള പൊട്ടാസ്യം മാംഗനേറ്റിനെ നമ്മൾ ആസിഡിഫൈ ചെയ്യും. റെഡി അല്ലേ? ആസിഡിഫൈ ചെയ്താൽ, അല്ല ഇവൻ അത് ന്യൂട്രൽ മീഡിയ ആണെങ്കിൽ പോലും ആസിഡിന്റെ പ്രസൻസിൽ നടക്കും, ന്യൂട്രൽ മീഡിയത്തിൽ നടക്കും. എന്ത്? പൊട്ടാസ്യം മാംഗനേറ്റിൽ ആരാ ഉള്ളത്? മാംഗനേറ്റ് അയോൺ. ആരാ മാംഗനേറ്റ് അയോൺ? MnO4 അവൻ എന്തായി മാറുന്നറിയാവോ? MnO4- ആയി മാറും. ആരാ MnO4-? പൊട്ടാസ്യം പെർമാംഗനേറ്റ്. മക്കളെ, MnO4 എന്ന് പറഞ്ഞാൽ മാംഗനേറ്റ് ആണേ. ഇത് നമ്മൾ വിളിക്കാം മാംഗനേറ്റ് എന്നാണ് കേട്ടോ. ഇതിനാണ് പെർമാംഗനേറ്റ് എന്ന് വിളിക്കാം. അപ്പൊ പെർമാംഗനേറ്റ് റെഡിയായി സാർ. ക്ലിയർ ആയി സാർ. കൂടെ MnO2 ഉണ്ട്, H2O ഉണ്ട്. അപ്പൊ 2 സ്റ്റേജ് മതി. ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ MnO2ഉം KOHും O2ഉം ചേർന്ന് K2MnO4 ആകും. 2ാമത്തെ സ്റ്റേജിൽ എന്ത് ചെയ്യും? K2MnO4 KMnO4 ആയിട്ട് മാറും. അപ്പൊ മക്കളെ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4 ഓർത്ത് വെച്ചേക്കണേ. K2MnO4 എന്ന് പറയുന്നത് പൊട്ടാസ്യം മാംഗനേറ്റ് ആണ് കേട്ടോ. ഇവരെയാണ് നമ്മൾ പൊട്ടാസ്യം മാംഗനേറ്റ് എന്ന് വിളിക്കുക. KMnO4 എന്ന് പറയുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. ഓർത്ത് വെച്ചോ, ഇത് രണ്ടും ഓർത്ത് വെച്ചോ. അപ്പൊ നമുക്ക് 2 അയോണുകളെ കുറിച്ച് പഠിക്കണ്ടേ? വേണം സാർ. ഏതൊക്കെയാ 2 അയോണുകൾ? പൊട്ടാസ്യം മാംഗനേറ്റിൽ MnO4 അയോൺ ഉണ്ട്. അവനെയാണ് മാംഗനേറ്റ് അയോൺ എന്ന് വിളിക്കുക. പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ MnO4- അയോൺ ആണ്. അവനെയാണ് പെർമാംഗനേറ്റ് അയോൺ എന്ന് വിളിക്കുക. 2 പേരുടെയും സ്ട്രക്ചർ നിങ്ങൾ കണ്ടോളാം മക്കളെ. ഇത് മാംഗനേറ്റ് അയോൺ. മാംഗനേറ്റ് അയോണിന്റെ ഫോർമുല MnO4 മക്കളെ, MnO4 മാംഗനീസ് സെന്ററിൽ 2 ഓക്സിജനുകൾ ഡബിൾ ബോണ്ടഡ്, 2 പേർ സിംഗിൾ ബോണ്ടഡ് ഓക്സിജനുകൾക്ക് മുകളിലായിരിക്കും എന്തുണ്ടാവുക? ആ നെഗറ്റീവ് ചാർജ് ഉണ്ടാവുക 2-. ഡൈക്രോമേറ്റ് എന്നാ കൊടുത്തല്ലേ? ഡൈക്രോമേറ്റ് അല്ല കേട്ടോ മക്കളെ, ഡൈക്രോമേറ്റ് അല്ല, പെർമാംഗനേറ്റ്. മാംഗനേറ്റും പെർമാംഗനേറ്റുമാണ്. പെർമാംഗനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MnO4-. അവിടെ മാംഗനീസ് ഉണ്ട്, 3 ഓക്സിജനുകൾ ഡബിൾ ബോണ്ടഡ് ആണ്. കണ്ടോ? ഒരൊറ്റയാൾ സിംഗിൾ ബോണ്ടഡ് ആണ്. അവന്റെ മുകളിലായിരിക്കും നെഗറ്റീവ് ചാർജ് ഉണ്ടാവുക, MnO4-. കാരണം ഒരു നെഗറ്റീവ് ചാർജ് മതിയല്ലോ. ഇവിടെ 2 നെഗറ്റീവ് ചാർജ് വേണമല്ലോ. അപ്പൊ ഈ നെഗറ്റീവ് ചാർജ് ഓർത്താൽ അവിടുത്തെ ഡബിൾ ബോണ്ടും സിംഗിൾ ബോണ്ട് എത്രയെന്ന് കിട്ടും? 2 നെഗറ്റീവ് ചാർജ്, 2 സിംഗിൾ ബോണ്ട്. 1 നെഗറ്റീവ് ചാർജ്, 1 സിംഗിൾ ബോണ്ട്. ചോദിക്കാറുണ്ടോ? ഉണ്ട് സാർ, ചോദിക്കാറുണ്ട്. നോക്കൂ, ഹൗ ക്യാൻ യു പ്രിപ്പയർ KMnO4 ഫ്രം MnO2? ഡയറക്റ്റ് ചോദ്യമാണ് ചോദ്യ പേപ്പറിലെ. മക്കളെ, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണെന്ന് പറഞ്ഞല്ലോ. അതേപോലെ തന്നെ പൊട്ടാസ്യം ഡൈക്രോമേറ്റും ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റും ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അവന്റെ 5 പേരെ ഓക്സിഡൈസ് ചെയ്യും. 5 പേരെ. ആരൊക്കെയാണ് ഈ 5 പേർ? മക്കളെ, ആരൊക്കെയാണ് ഈ 5 പേർ? പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോ. ആരൊക്കെയാണ് ഈ 5 പേർ? മക്കളെ ശ്രദ്ധിക്കുക. ഓക്സലേറ്റ്, അതായത് C2O4 2-. അവനെ എന്താക്കി മാറ്റുന്നറിയാവോ?
കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റും. 1 മക്കളെ. 2 നൈട്രൈറ്റ്. അതാരാ? NO2 മൈനസ്. ഇവൻ എന്താക്കി മാറ്റുന്ന അറിയാവോ? നൈട്രേറ്റ് ആക്കി മാറ്റും. NO3 മൈനസ്. മക്കളെ 3 സൾഫൈറ്റ്. അതായത് SO3 മൈനസ്. അവൻ എന്താക്കി മാറ്റുന്ന അറിയാവോ? സൾഫേറ്റ് ആക്കി മാറ്റും. SO4 മൈനസ്. പിന്നെയോ അപ്പൊ നമ്മളിപ്പോ ഓക്സലേറ്റിനെ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കും എന്ന് പറഞ്ഞു, നൈട്രൈറ്റിനെ നൈട്രേറ്റ് ആക്കും, സൾഫൈറ്റിനെ സൾഫേറ്റ് ആക്കും. ഇതൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മക്കളെ, നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ. ഇനിയോ സൾഫൈറ്റ് കഴിഞ്ഞാൽ പിന്നെ ഫെറസിനെ ഫെറിക് ആക്കും. ഫെറസ് Fe2+ എന്താക്കൂടാ? ഫെറിക് ആക്കും കേട്ടോ. Fe3+ ആക്കെ. ഒരാളെ കൂടി മക്കളെ അയോഡൈഡിനെ അയോഡിൻ ആക്കും കേട്ടോ. അയോഡൈഡിനെ അയോഡിൻ ആക്കും. ഇതാണ് കൺവേർഷൻ. ഇനി ഇതൊക്കെ ആരാ ചെയ്യാ? നമ്മൾ ചെയ്യണോ? വേണ്ട സാർ, ഇതൊക്കെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചെയ്തോളും. പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ ആരാ ചെയ്യുക? നമ്മുടെ മാംഗനേറ്റ് അയോണാണ് ചെയ്യുക. അപ്പൊ എല്ലാറ്റിലും MnO4- എഴുതി കൊടുക്കുക. ഇങ്ങനെ എഴുതി പഠിച്ചാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ മക്കളെ. ഇതെങ്ങനെയാ ഓർത്തു വെക്കുക എന്നാലോചിച്ച് വിഷമിച്ചിരിക്കുന്ന മക്കളോടാണ് ഇങ്ങനെ എഴുതി പഠിച്ചാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും മക്കളെ. ഇതെല്ലാം എവിടെയാ നടക്കുക? ഇതെല്ലാം ആസിഡ് മീഡിയത്തിലാണ് നടക്കുക. അപ്പൊ എല്ലാവരിലും എന്തുണ്ടാവും? H+ ഉണ്ടാകും. എല്ലാവരിലും H+ ഉണ്ടാകും. എല്ലാവരും കൂടി H+ ഉണ്ടാവും. ഇനി മക്കളെ ഇവരൊക്കെ എന്തായിട്ടാ മാറുക? MnO4- Mn2+ ആയിട്ടാ മാറുക കേട്ടോ. എല്ലാറ്റും MnO4- Mn2+ ആയിട്ട് മാറും. Mn2+ ആയി മാറി. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് എന്തായി മാറും നമ്മൾ പറഞ്ഞിട്ടുള്ളത് മക്കളെ? ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വെള്ളമായി മാറും. അപ്പൊ എല്ലാറ്റിലും വാട്ടർ ഉണ്ടാകും. അപ്പൊ ഇതിങ്ങനെ എഴുതി പഠിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നിങ്ങൾക്ക് ഇത് ഓർത്തു വെക്കാൻ. 2 പ്രാവശ്യം എഴുതിയാൽ മതി. ഇനി ബാലൻസ് ചെയ്യണ്ടേ? നമ്മൾ ബാലൻസ് ചെയ്യാലോ മക്കളെ. ശ്രദ്ധിച്ച് കേൾക്കണേ. ആദ്യത്തെ 4 കേസുകളിലും നമ്മൾ 5 എണ്ണം എടുക്കേണ്ടി വരും. 5 ഓക്സിലേറ്റ്, 5 നൈട്രൈറ്റ്, 5 സൾഫൈറ്റ്, 5 ഫെറസ്. പക്ഷെ I- മാത്രം നമ്മൾ 10 എണ്ണം എടുക്കേണ്ടി വരും. അവിടെ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. റെഡി മക്കളെ? ഇവിടെയും 2, ഇവിടെയും 2, ഇവിടെയും 2, ഇവിടെയും 2 MnO4-. അയണിന്റെ കേസിൽ മാത്രം ഒരു MnO4- മതി. അയണിന്റെ കേസിൽ മാത്രം. ഓക്കെ. അപ്പൊ ഇങ്ങനെ എഴുതി പഠിക്കുമ്പോൾ നമുക്ക് ബാലൻസിങ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. H+ മക്കളെ ഈ പറയുന്ന 1, 2, 3, 5 16 ഇവിടെ മാത്രം 8 H+ മതി. അപ്പൊ അയണിന്റെ കേസിൽ മാത്രം അതിൽ വ്യത്യാസമില്ല. ഇനിയോടാ നിങ്ങൾ ആലോചിച്ച് നോക്കി. നോർമൽ ബാലൻസിങ് ആണ്. 10 കാർബൺ അപ്പൊ 10 CO2, 5 നൈട്രജൻ അപ്പൊ 5 NO3 മക്കളെ, 5 സൾഫർ അപ്പൊ 5 SO4- മക്കളെ, 5 Fe അപ്പൊ 5 Fe3+. മക്കളെ 10 അയഡിൻ അപ്പൊ ഇവിടെ 5 I2 മതി. ഇനി നോർമൽ ബാലൻസിങ് ആണ്. ഇവിടെ 2 മാംഗനീസ്, ഇവിടെ 2 മാംഗനീസ്, ഇവിടെ 2 മാംഗനീസ്, ഇവിടെ 1 മാംഗനീസ്, ഇവിടെ 2 മാംഗനീസ്. റെഡിയാണേ മക്കളെ? നിങ്ങൾ നോക്കിയേ, എത്ര H+ ആണോ ലെഫ്റ്റിലുള്ളത് അതിന്റെ പകുതി H2O മതി. അപ്പൊ 16 8 16 8 16 8 8ന്റെ പകുതി 4 16ന്റെ പകുതി 8. സിമ്പിൾ. ഇത്രയുമാണ് ഇവരുടെ ഓക്സിഡേഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ തന്നെ എഴുതി പഠിക്കുക മക്കളെ. ചോദിക്കാറുണ്ട് കേട്ടോ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആൻഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആർ ഓക്സിഡൈസിങ് ഏജന്റ്സ് ആണല്ലോ. നെയിം ദ ഓർസ് ഓഫ് ദ എബവ് കോമ്പൗണ്ട്സ് ഫ്രം വിച്ച് ദേ ആർ പ്രിപ്പയർഡ്. അപ്പൊ അവരെ പ്രിപ്പയർ ചെയ്യുന്ന ഓറുകളുടെ പേര്. ഒന്ന് ക്രോമൈറ്റ് ഓർ, മറ്റത് പൈറോളസൈറ്റ് ഓർ. ഗിവ് 1 എക്സാമ്പിൾ ഈച്ച് ഫോർ ദ ഓക്സിഡൈസിംഗ് പ്രോപ്പർട്ടി ഓഫ് ദം. റൈറ്റ് ഡൗൺ ദ ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ. അപ്പൊ നിങ്ങൾ പഠിച്ചാൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? എഴുതേണ്ടി വരും മക്കളെ. അപ്പൊ ഡി ബ്ലോക്ക് എന്ന് പറയുന്ന ഭാഗം ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. ഡി ബ്ലോക്ക് കഴിഞ്ഞാൽ നമുക്ക് 1 ബ്ലോക്ക് കൂടി പഠിക്കാനില്ലേ? ഉണ്ടല്ലോ. നമുക്ക് F ബ്ലോക്ക് പഠിക്കാനുണ്ട് മക്കളെ. F ബ്ലോക്ക് അതായത് പീരിയോഡിക് ടേബിളിലെ ഏറ്റവും താഴെ കിടക്കുന്ന സീരിയം മുതൽ ലുട്ടേഷ്യം വരെയുള്ള എലമെന്റുകളെ കുറിച്ചും തോറിയം മുതൽ ലോറൻഷ്യം വരെയുള്ള എലമെന്റുകളെ കുറിച്ചുമാണ് F ബ്ലോക്ക്. കാരണം ഈ എലമെന്റുകളുടെ എല്ലാം ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ആന്റി പെനുൾട്ടിമേറ്റിലെ F സബ്ഷെല്ലിലേക്കാണ്. അതുകൊണ്ടാണ് F ബ്ലോക്ക് എന്ന് വിളിക്കുന്നത് മക്കളെ. അതിൽ ഈ പറയുന്ന ലെന്താനം കഴിഞ്ഞു വരുന്ന സീരിയം മുതൽ ലുട്ടേഷ്യം വരെയുള്ള ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലെന്തനോയിഡുകൾ എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ലെന്തനോയിഡുകൾ. അപ്പൊ മക്കളെ തോറിയം മുതൽ ലോറൻഷ്യം വരെയുള്ള ആളുകളെയോ ആക്ടീനിയം കഴിഞ്ഞു വരുന്ന ആളുകളെയോ അവർ നമ്മൾ ആക്ടിനോയിഡുകൾ എന്നാണ് വിളിക്കുക. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ലെന്തനോയിഡുകളും ആക്ടിനോയിഡുകളും ചേർന്നാണ് F ബ്ലോക്ക് ഉണ്ടാകുന്നത്. അത് ക്ലിയർ ആയിട്ടുണ്ട് മക്കളെ. എഫ് ബ്ലോക്ക് എലമെന്റുകളുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് നമ്മൾ എഴുതുക? F ബ്ലോക്ക് എലമെന്റുകളുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. N-2F 1 to 14 N-1D മക്കളെ 0 to 1 NS2. This is the general electronic configuration of
എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഇനി എന്തൊക്കെയാ നമുക്ക് പഠിക്കാനുള്ളത് മക്കളെ? ലെന്തനോയിഡുകൾ അല്ലെങ്കിൽ ലെന്തനൈഡുകളെ കുറിച്ചാണ് ആദ്യം പഠിക്കുന്നത് കേട്ടോ. ഇവരെ കുറിച്ചാണ് ആദ്യം പറയാനുള്ളത്. ആരൊക്കെയാ ഇത് ആരാ സത്യത്തിൽ മക്കളെ? 14 elements, 14 എലമെന്റുകൾ ആഫ്റ്റർ ലെന്താനം ഓഫ് ദ 6th period are called lanthanides or lanthanoids or lanthanons, or they are also called as 4 പേരുണ്ട് കേട്ടോ അവർക്ക്. ലെന്തനൈഡ് എന്ന് വിളിക്കാം, ലെന്തനോയിഡ് എന്ന് വിളിക്കാം, ലെന്തനോൺ എന്ന് പറയാറുണ്ട്, റയർ എർത്ത് മെറ്റലുകൾ എന്നും പറയാറുണ്ട്. 4ഉം സെയിം ആണ്. അവരുടെ അറ്റോമിക് ആൻഡ് അയണിക് റേഡിയസ് ഒന്ന് നോക്കിയടാ മക്കളെ. അറ്റോമിക് ആൻഡ് അയണിക് റേഡിയസ് ഒന്ന് നോക്കി. ലെന്തനൈഡുകളിൽ അറ്റോമിക് ആൻഡ് അയണിക് റേഡിയസ് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകും തോറും എന്ത് ചെയ്യും? റെഗുലർ ആയി ഡിക്രീസ് ചെയ്യും. ഈ റെഗുലർ ഡിക്രീസിനെയാണ് നമ്മൾ ലെന്തനൈഡ് കോൺട്രാക്ഷൻ എന്ന് വിളിക്കുക. ലെന്തനൈഡ് കോൺട്രാക്ഷൻ എന്ന് വിളിക്കുക മക്കളെ. സോ വാട്ട് ഈസ് മെന്റ് ബൈ ലെന്തനോയിഡ് കോൺട്രാക്ഷൻ? ദ റെഗുലർ ഡിക്രീസ് ഇൻ അറ്റോമിക് ആൻഡ് അയണിക് റേഡിയസ് ഓഫ് ലെന്താനം ടു ലുട്ടേഷ്യം. ഇറ്റ് കോൾഡ് as ലെന്തനോയിഡ് കോൺട്രാക്ഷൻ. മക്കളെ ഈ ലെന്തനോയിഡ് കോൺട്രാക്ഷൻ റീസൺ ഉണ്ടാവണ്ടേ? ഒരു കാരണം വേണ്ടേ? വേണമല്ലോ. എന്തുകൊണ്ടാണ് ലെന്തനോയിഡ് കോൺട്രാക്ഷൻ ഉണ്ടാകുന്നത്? ബിക്കോസ് ഓഫ് പുവർ ഷീൽഡിംഗ് എഫക്ട് ഓഫ് 4f ഓർബിറ്റൽസ്. മക്കളെ ലെന്തനോയിഡുകളിലുള്ളത് 4f ഓർബിറ്റലുകളാണ്. 4f ഓർബിറ്റലുകൾക്ക് ന്യൂക്ലിയസിനെ കംപ്ലീറ്റ് ആയും എഫക്റ്റീവ് ആയും കവർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവരുടെ ഷീൽഡിംഗ് എഫക്ട് പുവർ ആണ്. ഓക്കെ, പുവർ ആണ്, മോശമാണ്. സോ പുവർ ഷീൽഡിംഗ് എഫക്ട് കൊണ്ടാണ്. ഓക്കെ ആയടാ മക്കളെ, അത് ആണ് മക്കളെ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ ഒരു ഗ്രാഫ് നോക്കി. ലെന്താനം മുതൽ അതേപോലെ ലുട്ടേഷ്യം വരെ അറ്റോമിക് ആൻഡ് അയണിക് റേഡിയസ് താഴേക്ക് വരുന്നതും കുറഞ്ഞു വരുന്നു. ഇതാണ് ലെന്തനോയിഡ് കോൺട്രാക്ഷൻ. സോ മക്കളെ ലന്തനോയിഡ് കോൺട്രാക്ഷൻ എന്താന്ന് പറഞ്ഞു, അതിന്റെ റീസൺ പറഞ്ഞു. ഇനി നമ്മൾ അതിന്റെ കോൺസിക്വൻസസ് എന്താന്ന് കൂടി പഠിക്കണം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. കോൺസിക്വൻസസ് ഓഫ് ലെന്തനോയിഡ് കോൺട്രാക്ഷൻ. ലെന്തനോയിഡ് കോൺട്രാക്ഷൻ കൊണ്ടുവന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാ, ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മക്കളെ നമ്മൾ ആൾറെഡി പറഞ്ഞല്ലോ. ഏതാ? സെക്കൻഡ് ആൻഡ് തേർഡ് റോ ട്രാൻസിഷൻ എലമെന്റുകൾക്കെല്ലാം സിമിലർ റേഡിയസ് ആയിരിക്കും. സെക്കൻഡ് റോ ട്രാൻസിഷൻ എലമെന്റുകൾക്കും തേർഡ് റോ ട്രാൻസിഷൻ എലമെന്റുകൾക്കും സിമിലർ റേഡിയസ് ആണ്. ഫോർ എക്സാമ്പിൾ സിർക്കോണിയം സെക്കൻഡ് റോയിൽ 160, തൊട്ട് താഴെ തേർഡ് റോയിൽ ഹാഫ്നിയം ഉണ്ട് 159. ഒരേ റേഡിയസ് ആയതുകൊണ്ട് ഇവർക്ക് സിമിലർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് മക്കളെ. ഒരേ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയതുകൊണ്ട് തന്നെ അവർ ഒരുമിച്ചാണ് എന്ത് ചെയ്യുക, പ്രകൃതിയിൽ ഇരിക്കുക. ഒരുമിച്ചിരിക്കുന്ന ആളുകളായതുകൊണ്ട്, ഒരേ പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് അവരെ സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഐസൊലേഷൻ ഡിഫിക്കൽട്ട് ആണ്. ഇത് രണ്ടും ലെന്തനോയിഡ് കോൺട്രാക്ഷന്റെ പ്രധാനപ്പെട്ട കോൺസിക്വൻസസ് ആയിട്ട് എന്ത് ചെയ്യണം, ഓർത്ത് വെച്ചേക്കണം എന്റെ മക്കൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ലെന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. ഓർത്ത് വെച്ചോട്ടാ. കാരണം ഇത് മക്കളെ ബോർഡ് എക്സാമിന് സ്ഥിരം ചോദിക്കാറുണ്ട്. ബോർഡ് എക്സാമിന് സ്ഥിരം ചോദിക്കാറുണ്ട് ഈ ചോദ്യം, ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും. വാട്ട് ഈസ് ലെന്തനോയിഡ് കോൺട്രാക്ഷൻ? വാട്ട് ആർ ദ കോസസ് ആൻഡ് കോൺസിക്വൻസസ്? കണ്ടോ, atomic and ionic radii of zirconium and hafnium are almost identical. Justify due to lanthanide contraction. Atomic size increases as we move down a group, but in fourth group of the periodic table, zirconium and hafnium have almost the same atomic size. Why? Due to lanthanide contraction. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒക്കെ ഇവിടെ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇനി മക്കളെ ലെന്തനോയിഡുകളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ 2 കാര്യങ്ങൾ ഓർത്തു വെക്കണം. ഒന്ന്, ലെന്തനോയിഡുകൾ കാണിക്കുന്ന മോസ്റ്റ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാന്ന് ചോദിച്ചാൽ അത് +3 ആണ് എന്ന് ഓർത്തു വെക്കണം. ഇനി എക്സെപ്ഷണൽ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാന്ന് ചോദിച്ചാൽ, എക്സെപ്ഷണൽ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ്, കോൺഫിഗറേഷൻ അല്ല, ഓക്സിഡേഷൻ സ്റ്റേറ്റ്, എക്സെപ്ഷണൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. മക്കളെ ഇവര് കാണിക്കുന്ന എക്സെപ്ഷണൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് +4. അത് കാണിക്കുന്ന 5 പേരെ നിങ്ങൾക്ക് ഇവിടെ കാണാം മക്കളെ. സീരിയം, പ്രസിയോഡീമിയം, നിയോഡീമിയം, ടെർബിയം ആൻഡ് ഡിസ്പ്രോസിയം. ഇവന്മാര് 5 പേരും +4 കാണിക്കും. ബാക്കിയുള്ളവരൊക്കെ നോർമലി +3 എന്ത് ചെയ്യും, അവസാനിക്കും മക്കളെ. ഇനി ലെന്തനോയിഡുകളുടെ പ്രധാനപ്പെട്ട കോമ്പൗണ്ടുകളും ഫോർമുലയൊക്കെ അറിയണ്ടേ. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സൈഡ് ഫോം ചെയ്യും, Ln2O3. സൾഫറുമായി റിയാക്ട് ചെയ്ത് സൾഫൈഡ് ഫോം ചെയ്യും, Ln2S3. നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് നൈട്രൈഡ് ഫോം ചെയ്യും, Ln. കാർബണുമായിട്ട് റിയാക്ട് ചെയ്താലോ കാർബൈഡ് ഫോം ചെയ്യും സാർ, Ln(C2). മക്കളെ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്താലോ ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും സാർ, LnOH3. ഹാലജനുമായിട്ടാണെങ്കിൽ എന്താ ഫോം ചെയ്യുക, ഹാലൈഡ് ഫോം ചെയ്യും, LnX3. മക്കളെ HCl-മായിട്ടാണെങ്കിലോടാ LnCl3, ക്ലോറൈഡ് ഫോം ചെയ്യും. ഓക്കെ ആണല്ലോ മക്കളെ. ലെന്തനോയിഡുകളെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ലിക്കേഷൻ നമ്മൾ പറയാതെ പോകരുത്. അതെന്താ? മിഷ് മെറ്റൽ. സ്ഥിരം ചോദ്യ പേപ്പറിലുണ്ട് മിഷ് മെറ്റൽ എന്ന് പറയുന്നത് മക്കളെ ഒരു അലോയ് ആണ്. ആ അലോയിൽ 95% 95% ലെന്തനോയിഡും
5% അയോണും പിന്നെ കുറച്ച് ട്രേസസ് ഓഫ് സൾഫർ, കാർബൺ, കാൽഷ്യം, അലൂമിനിയം ഒക്കെ വരുന്നതാണ് എന്ത് മിഷ് മെറ്റൽ എന്ന് പറയുന്ന അലോയ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവന്റെ യൂസ് എന്താ? ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ മെഗ്നീഷ്യം ബേസ്ഡ് അലോയ് ടു പ്രൊഡ്യൂസ് ബുള്ളറ്റ് ഷെൽ ആൻഡ് ലൈറ്റർ ഫ്ലിന്റ്. റെഡി അല്ലേടാ? ക്ലിയർ അല്ലേടാ മക്കളെ? അപ്പൊ മിഷ് മെറ്റൽ ഇമ്പോർട്ടന്റ് ആണ്. മിഷ് മെറ്റലിന്റെ യൂസ് കൂടി ഒന്ന് ഓർത്തു വെച്ചോ. കാരണം വാട്ട് ഈസ് മിഷ് മെറ്റൽ എന്ന് പലതവണ ബോർഡ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എഫ് ബ്ലോക്കിലെ ലെന്തനോയിഡുകൾ കഴിഞ്ഞു. ഇനി ആരാ മക്കളെ? ആക്ടിനോയിഡുകളുണ്ട്. ആക്ടിനോയിഡുകളെ നമ്മൾ 5F സീരീസ് എന്നാ വിളിക്കുക കേട്ടോ. എന്താ വിളിക്കുക? 5F സീരീസ്. കാരണം ഇവരുടെ ഇലക്ട്രോണുകൾ അവസാനിക്കുന്നത് 5Fലാണ്. ലെന്തനോയിഡുകളുടെ 4Fലായിരുന്നല്ലോ, ആക്ടിനോയിഡുകളുടെ 5Fലാണ്. ആരാ ആക്ടിനോയിഡുകൾ എന്ന് പറഞ്ഞ മക്കളെ? 7ാമത്തെ പീരീഡിൽ ആക്ടീനിയം കഴിഞ്ഞു വരുന്ന 14 എലമെന്റുകൾ. റെഡി അല്ലേ? എവിടെ മുതൽ എവിടം വരെയാണ്? തോറിയം മുതൽ ലോറൻഷ്യം വരെയുള്ള 14 പേരെയാണ് നമ്മൾ ആക്ടിനോയിഡുകൾ അല്ലെങ്കിൽ ആക്ടിനോൺസ് എന്നൊക്കെ വിളിക്കുക. ഇവരിൽ ഭൂരിഭാഗവും ആർട്ടിഫിഷ്യലി പ്രിപ്പയർഡ്, നാച്ചുറലി ലഭിക്കില്ല. അവരെ ആർട്ടിഫിഷ്യലി മാൻമെയ്ഡ് ആണ് അവരിൽ ഭൂരിഭാഗവും. എല്ലാവരും അല്ല, ഭൂരിഭാഗവും. അതുകൊണ്ട് തന്നെ ദേ ആർ ഷോർട്ട് ലിവ്ഡ്. വളരെ കുറഞ്ഞ സമയം മാത്രമേ ജീവിക്കുള്ളൂ. കാരണം അവർ റേഡിയോ ആക്റ്റീവാ. അപ്പൊ കുറഞ്ഞ ഹാഫ് ലൈഫേ ഉണ്ടാവുള്ളൂ. വേഗം അവരെന്ത് ചെയ്യും? തീർന്നു പോകും. യുറേനിയം കഴിഞ്ഞു വരുന്ന എലമെന്റുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ. യുറേനിയം കഴിഞ്ഞു വരുന്ന എലമെന്റുകളെല്ലാം ആർട്ടിഫിഷ്യൽ എലമെന്റുകളാണ് കേട്ടോ. അവരെയാണ് നമ്മൾ ട്രാൻസ് യുറേനിയം എലമെന്റുകൾ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ട്രാൻസ് യുറേനിക് എലമെന്റുകൾ എന്ന് വിളിക്കും. ട്രാൻസ് യുറേനിയം അല്ലെങ്കിൽ ട്രാൻസ് യുറാനിക് എലമെന്റുകൾ. അറ്റോമിക് ആൻഡ് അയണിക് റേഡിയസിൽ ലെന്തനോയിഡുകളിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല മക്കളെ. അറ്റോമിക് ആൻഡ് അയണിക് റേഡിയസ് എന്ത് ചെയ്യും? ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് കുറഞ്ഞു വരും റെഗുലർലി. ആൻഡ് ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അവിടെ ലെന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് വിളിച്ചത്, ഇവിടെ നമ്മൾ ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ എന്ന് വിളിക്കും. അത്രയേ ഉള്ളൂ, വേറെ ഉദ്ദേശമൊന്നുമില്ല. എന്തുകൊണ്ടാണ് ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ നടത്തുന്നത്? ഡ്യൂ ടു ദി പുവർ ഷീൽഡിംഗ് എഫക്ട് ഓഫ് അവിടെ 4F ആയിരുന്നില്ലേ? അപ്പൊ ഇവിടെ ആരുടെ ആയിരിക്കണം? 5F ആയിരിക്കണം. മക്കളെ, ലെന്തനോയിഡുകൾ കാണിക്കുന്ന കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. ലെന്തനോയിഡുകളെ പോലെ ആക്ടിനോയിഡുകളുടെയും കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. ആൻഡ് മക്കളെ, ആദ്യത്തെ ഹാഫിലുള്ള, അതായത് ഏകദേശം ആദ്യത്തെ പകുതിയോളം വരുന്ന ആളുകൾ എന്ത് ചെയ്യും? ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറുണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഫസ്റ്റ് ഹാഫ് ഓഫ് ദി സീരീസ് ഷോ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മൾ ലെന്തനോയിഡുകളെയും ആക്ടിനോയിഡുകളെയും കമ്പയർ ചെയ്താൽ മക്കളെ, മോസ്റ്റ് ഓഫ് ദി ആക്ടിനോയിഡ്സ് ആർ ആർട്ടിഫിഷ്യലി പ്രിപ്പയർഡ് ആൻഡ് ദേ ആർ റേഡിയോ ആക്റ്റീവ്. റെഡി ആണല്ലോ? ആണോ? ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി ഓഫ് ഏർലി ആക്ടിനോയിഡ്സ് ലോവർ ദാൻ ദോട്ട്സ് ഓഫ് ലെന്തനോയിഡ്. മക്കളെ, ലെന്തനോയിഡുകളെക്കാൾ കുറവാണ് ആക്ടിനോയിഡുകളിലെ ആദ്യത്തെ കുറച്ച് എലമെന്റുകളുടെ അയനൈസേഷൻ എൻതാൽപ്പി, അതും ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി. റെഡി അല്ലേ? ഇനി മക്കളെ, രണ്ടുപേരും കോൺട്രാക്ഷൻ കാണിക്കുമല്ലോ. അപ്പൊ ലെന്തനോയിഡ് കോൺട്രാക്ഷനും ഉണ്ട്, ആക്ടിനോയിഡ് കോൺട്രാക്ഷനും ഉണ്ട്. ഏതാ കൂടുതൽ? ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ ഇസ് ഗ്രേറ്റർ ദാൻ എലമെന്റ് ടു എലമെന്റ് ദാൻ ലെന്തനോയിഡ് കോൺട്രാക്ഷൻ. അതെന്തുകൊണ്ടാ? കാരണം 5F ഓർബിറ്റലുകൾക്ക് 4Fന്റെ അത്രയും ഷീൽഡിംഗ് എഫക്റ്റ് ഇല്ല. അപ്പൊ നമ്മൾ ഷീൽഡിംഗ് എഫക്റ്റ് കമ്പയർ ചെയ്താൽ മക്കളെ, 5Fന്റെ ഷീൽഡിംഗ് എഫക്റ്റ് ഫാർ ലെസ് ദാൻ 4F. 4Fനേക്കാൾ ഒരുപാട് താഴെയാണ് 5Fന്. അപ്പോ ഇവനാണ് കുറവ് ഷീൽഡിംഗ് എഫക്റ്റ് ഉള്ളത്. ആ കുറവ് ഷീൽഡിംഗ് എഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും മക്കളെ? ലെന്തനോയിഡ് കോൺട്രാക്ഷനേക്കാൾ കൂടുതലായിരിക്കും ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ. ഓക്കെ, അപ്പൊ എഫ് ബ്ലോക്ക് എലമെന്റുകളെ കുറിച്ച് പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. സോ മക്കളെ, ഇത്രയുമാണ് ശരിക്കും നമ്മൾ ബോർഡ് എക്സാമിന് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റുകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് റിവൈസ് ചെയ്യേണ്ട പോയിന്റുകൾ. അപ്പോൾ എല്ലാ ടോപ്പിക്കുകളും ടച്ച് ചെയ്തിട്ടുണ്ട്, എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മക്കളെ, അടിപൊളിയായിട്ട് പഠിക്കുക. ഗംഭീരമായിട്ട് പരീക്ഷ എഴുതാൻ പറ്റണം നിങ്ങൾക്ക്. ഓൾ ദി വെരി ബെസ്റ്റ്.